വായിച്ച് സഹായിക്കണം. യെഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ തിരുവഴുത്താണ് തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. സകലവിധ ആദ്യ ഫലങ്ങളിലും ഉത്തമമായതും വഴിപാടായി വരുന്ന എല്ലാ വക വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന് നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന് മതി. അതാണ് നമ്മുടെ കുറുവാക്യം. നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന്. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി ഇന്ന് രാത്രി എങ്ങനെയൊക്കെ അനുഗ്രഹം വരുത്താം എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വീട്ടിന്മേൽ ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തൃദാസനും സഭയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെല്ലാം ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശബ്ദപരിധിയിൽ വെളിയിൽ നിന്ന് ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനവും നന്ദിയും ചൊല്ലുന്നു. ഓൺലൈനിൽ ഇപ്പോൾ പല പ്രിയപ്പെട്ടവർ നമ്മോട് കൂടെയുണ്ട്. നിങ്ങൾക്കും വന്ദനം, നന്ദി. ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും നന്ദി ചൊല്ലുന്നു. ഒരപേക്ഷ ഉണ്ട്. അതിപ്പം പറയാതിരിക്കാൻ തരമല്ല, എല്ലായിടത്തും ഇപ്പം പറയേണ്ടതായിട്ട് വന്നിരിക്കുക. ഈ പ്രസംഗം ഇടുന്നവർ അതങ്ങ് മുഴുവൻ ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അല്പാൽപമായിട്ട് കട്ട് ചെയ്ത് അവരുടെ ചാനലും മറ്റു കാര്യങ്ങളും മെച്ചപ്പെടാനും, തന്നെയുമല്ല നമുക്ക് ദോഷമായിട്ട് ഹെഡിങ്ങുമൊക്കെ കൊടുത്ത് അത് ചെയ്യുന്നുണ്ട്. വിശേഷിച്ച് എനിക്ക് ആരുടെയാണെന്നും അറിയത്തില്ല, ഈ ഫോൺ നമ്പർ കൊടുക്കുകയായിരുന്നു എന്ന് വിളിച്ച് പറയായിരുന്നു. അങ്ങനെ ചെയ്യരുത്. ഫോൺ നമ്പർ കൊടുക്കാത്തപ്പോൾ ഓർത്തോണം, അത് ക്ലിയറായിട്ടുള്ളതല്ലല്ലോ. അല്ല, മാന്യമായിട്ടും യോഗ്യമായിട്ടും അന്തസ്സായിട്ടും ദൈവ കൃപയിൽ ശരണപ്പെട്ട് നല്ല രീതിയിൽ ചെയ്യുന്നവർ ഫോൺ നമ്പർ, ഇന്നത്തെ കാലം അനുസരിച്ച് ഫോൺ നമ്പറിൽ അഡ്രസ്സ് കൊടുക്കും. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് വിളിച്ച് പറയാം. അപ്പം ഫോൺ നമ്പർ കൊടുക്കുകയല്ല. അപ്പോൾ തന്നെ ഇതിൻ്റെ ഉദ്ദേശ ശുദ്ധി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങളുടെ തിരുവല്ല സഭയുടെ അതിനകത്ത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 3 ഫോൺ നമ്പറുണ്ട്. വീഡിയോ എടുക്കുന്ന ആടെ ഫോൺ നമ്പരും ഉണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊന്ന് പറയാനോ വിളിക്കാനോ ആണെങ്കിൽ വിളിച്ച് പറയാം. എന്നാൽ ഇപ്പോഴത് ചിലർ ചെയ്യുന്നില്ല. അപ്പം ഉദ്ദേശശുദ്ധി എന്താണെന്ന് അത് മനസ്സിലായി കാണും. വിശേഷിച്ച് അങ്ങനെയുള്ള സഹോദരന്മാരോട് അപേക്ഷിക്കുന്നു, നിങ്ങളത് ചെയ്യരുത്. പ്രസംഗം മൊത്തം ഇട്ടു, അതിന് കേൾക്കാനാണല്ലോ പ്രസംഗിക്കുന്നത്. പക്ഷേ ഒരല്പം എടുത്ത് കട്ട് ചെയ്ത് അതിനൊരു തലക്കെട്ട് കൊടുത്ത്, അതിൽ ആരുടെ ചാനലാണെന്ന് പറയത്തില്ല, ക്രിസ്ത്യൻ മെസ്സേജ് എന്ന ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് വല്ലതും അറിയാം ആരുടെയാന്ന്? കേട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നും കേൾക്കുന്നില്ല. ക്രിസ്ത്യൻ മെസ്സേജ് എന്ന് പറഞ്ഞൊരു ചാനൽ ആരുടെയാണെന്ന് അറിയാൻ മേല. അതിൻ്റെ ചുമതലപ്പെട്ട സഹോദരന്മാരോട് ഈ വേദപുസ്തകം വെച്ചുകൊണ്ട് അപേക്ഷിക്കുക, നിങ്ങൾ ദോഷം ഒപ്പിക്കരുത്. പ്രസംഗം മൊത്തം ഇട്ടോ, അതിന് ഞാൻ എതിർക്കുന്നില്ല, ഇട്ടോ, അത് കേൾക്കാനില്ലയോ. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ അത് കട്ട് ചെയ്ത് വിവാദമാക്കുന്നു. നമുക്ക് ശത്രുത വർദ്ധിപ്പിക്കുക. അത് ദൈവനാമത്തിൻ്റെ മഹത്വമല്ല, ദൈവനാമം ദുഷിക്കപ്പെടുക. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവരോട്, ആ ക്രിസ്ത്യൻ മെസ്സേജ് എന്ന് പറയുന്ന ചാനലുകാരോട് അപേക്ഷിക്കുന്നു, ഇനി അത് ആവർത്തിക്കരുത്. പ്രസംഗം ഇടാൻ താല്പര്യമാണ്, മൊത്തം അങ്ങിട്ടു, മുഴുവൻ ഇട്ടു, ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ വീട്ടിൽ പോയത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നല്ല ഉദ്ദേശമല്ല. അതുകൊണ്ട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു, ഉപദ്രവിക്കരുത്. അത്രയും പറഞ്ഞ് ആ ഭാഗം അങ്ങ് വിടുകയാണ്. ഇത് പറയാതിരിക്കാനൊക്കത്തില്ല, ഇനി അത് പറഞ്ഞല്ലേ ഒക്കുള്ളൂ.
ഇന്ന് രാത്രി നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചോ. മിക്കവാറും ഇതേ നടക്കുവെള്ളം തോന്നുന്നു. സകലവിധ ആദ്യ ഫലങ്ങളിലും ഉത്തമമായതും വഴിപാടായി വരുന്ന എല്ലാ വക വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന് നിങ്ങളുടെ തരിമാവിന്റെ നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന്. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന്. യെഹെസ്കേൽ പ്രവചനം 44-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ആ പദം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന്. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണ് നാം തരംതിരിച്ച് പഠിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. വലിയ പ്രവാചകന്മാരുടെ ഗണങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് യെശയ്യാവും യിരെമ്യാവും യെഹെസ്കേലും ദാനിയേലും. അതിലേതാണ്ട് യെഹെസ്കേലും ദാനിയേലും യിരെമ്യാവും ഒക്കെ ഏതാണ്ട് സമകാലയളവിൽ ശുശ്രൂഷിച്ചവരാ. യെഹെസ്കേല്, ദാനിയേല്, യിരെമ്യാവ് ഇവരെല്ലാം പ്രവാസ കാലവും പ്രവാസ സന്ദർഭം അത് മനസ്സിലാക്കി ആ കാലയളവിൽ ശുശ്രൂഷിച്ചവരാ. ദൈവത്തിന് മഹത്വം. ഇവരുടെ ശുശ്രൂഷയ്ക്കും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഈ യെഹെസ്കേലിനെ പറ്റി പറയുന്നത് യെശയ്യാവും യിരെമ്യാവും ഇവരെ പറ്റി പറയുന്നത്, യെശയ്യാവ് യേശുക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്തുള്ള ശുശ്രൂഷയായിരുന്നു. ക്രിസ്തുവേശുവിൻ്റെ തിരുപ്പിറവി, ജീവിതം, ജീവിതചര്യ, ശുശ്രൂഷ, അതിൻ്റെ വശങ്ങളൊക്കെ ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. യിരെമ്യാവ് ദൈവിക ശുശ്രൂഷ, ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് യഹോവ അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ സംസാരിക്കുന്നു, യഹോവ നിന്നോട് അറിയിക്കുന്നു. അപ്പോൾ ദൈവത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ശുശ്രൂഷയാണ്. എന്നാൽ ഈ യെഹെസ്കേലിനെ പറ്റി പറയുന്നത് ആത്മനിറവിൻ്റെ ശുശ്രൂഷയായിരുന്നു. ഇനി വേറൊരു വിഷയം പറഞ്ഞാൽ ഇവർ 3 പേരും തൃത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ശുശ്രൂഷയാണ്. യെശയ്യാവ് പുത്രനും, യിരെമ്യാവ് പിതാവിനും, യെഹെസ്കേല് ആത്മാവിനും. ആ യെഹെസ്കേൽ പ്രവചനം വായിക്കുന്നില്ല, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അറിയാം. ആത്മാവ് എൻ്റെ മേൽ വന്നു. ആത്മാവ് എന്നെ ഇവരെ നിർത്തി. ആത്മാവ് എന്നെ എടുത്തോണ്ട് പോയി. ആത്മാവിൽ ഞാൻ ചെന്നു. ഇങ്ങനെയുള്ള പദങ്ങൾ യെഹെസ്കേലിലുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു വലിയ ശുശ്രൂഷയായിരുന്നു യെഹെസ്കേൽ. യെഹെസ്കേല് ആരാന്ന് 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 1:3. വായിച്ചു. ഇവിടല്ലേ വായിക്കുന്ന വാക്യം? മോളാണോ വായിക്കുന്നത്? വായിച്ചു. 1 ആരാ യെഹെസ്കേല്? കൽദയ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന്. അപ്പൊ യെഹെസ്കേൽ ആരാന്ന് അവിടെ തെളിയ? പുരോഹിതനായിരുന്നു. ആ പുരോഹിതനെ ദൈവം പ്രവാചകനാക്കി. പ്രധാനപ്പെട്ട 2 ശുശ്രൂഷ ചെയ്ത ആളാണ്. അതിൽ പുരോഹിത ശുശ്രൂഷയേക്കാൾ വളരെ ശ്രേഷ്ഠമായിരുന്നു പ്രവചന ശുശ്രൂഷ. ഈ വ്യത്യാസമുണ്ട്. പുരോഹിത ശുശ്രൂഷയ്ക്ക് വലിയ ബന്ധപ്പാടില്ല. കാരണം അതിൻ്റെ കാര്യങ്ങളെല്ലാം നേരത്തെ ക്രമപ്പെടുത്തി വച്ചിരിക്കുക. വിവിധ ശുശ്രൂഷകൾ, കരുതിരി മുറിച്ച് കളയുക, വിളക്ക് അതിൻ്റെ നിലയിൽ നിർത്തുക, എണ്ണ ഒഴിക്കുക, യാഗവസ്തുവിനെ കണ്ടിക്കുക, കണ്ണം കണ്ണമായിട്ട് നുറുക്കി വെക്കുക,
യാഗപീഠത്തിലെ ചാരവും പൊടിയൊക്കെ കളയുക, ക്ലീനാക്കുക. ഇതൊക്കെ നേരത്തെ അതിൻ്റെ നിയമങ്ങളുണ്ട്. പക്ഷെ പ്രവചന ശുശ്രൂഷ അങ്ങനല്ല. ഏത് സമയത്തും ഒരുങ്ങിയിരുന്നോണം. ദൈവം ദൂതറിയിക്കുമ്പോൾ കൊടുക്കണം. അല്ല, എന്തുവാ കൊടുക്കുന്നത് നേരത്തെ ഒന്നും പറയില്ല, സമയമാകുമ്പോൾ തരിക. അതൊരു വലിയ ശുശ്രൂഷയാണ്. അപ്പോൾ ബൂസിയുടെ മകനാകുന്ന യഗസ്കേൽ പുരോഹിതൻ, അപ്പൊ ഇദ്ദേഹം പുരോഹിതനും കൂടായിരുന്നു. ലേവി ഗോത്രത്തിൽപ്പെട്ടയാളാ, പുരോഹിത കുടുംബത്തിൽപ്പെട്ടയാളാ. തന്നെയുമല്ല, ഈ യഗസ്കേൽ പ്രവചനം പഠിക്കുമ്പോൾ ഈ 3 പ്രവാചകന്മാര് സ്വന്തമല്ലാത്ത ദേശത്തിരുന്നാണ് പ്രവചനാത്മാവ് നിറഞ്ഞ് വെളിപ്പാടും ദർശനവും ഒക്കെ കണ്ട് പ്രവചിച്ചത്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രധാനപ്പെട്ട 3 പേര് അന്യദേശത്തിരുന്നാണ് ഈ വെളിപ്പാട് കാണുകയും പ്രവചിക്കുകയൊക്കെ ചെയ്തത്. ഒന്ന് ദാനിയേല. ചെറുപ്പത്തിലെ പിടിച്ച് ബാബേലിൽ കൊണ്ടുപോയി ആ സ്ഥലത്തിരുന്ന് ബാബിലോണിലിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദർശനം കാണുകയും 4, 5 അധ്യായമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം. 4-ാം അധ്യായവും 7-ാം അധ്യായവും 6-ാം അധ്യായവും ഒക്കെ പഠിക്കുമ്പോൾ അവിടെ ഇരുന്നാണ് ഇതെല്ലാം കാണുന്നത്. യഗസ്കേലും അതുപോലെ തന്നെ കബാർ നദിയുടെ തീരത്ത് വെച്ചും അല്ലെങ്കിൽ ബാബേലിൽ വെച്ച അന്യദേശമാണ്. ഇതുപോലെ അന്യദേശത്ത് വെച്ച് അന്യസ്ഥലത്ത് വെച്ച് ദർശനവും വെളിപ്പാടും കിട്ടിയ ആളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. പത്മോസ് എന്ന ദ്വീപില്, പത്മോസ് ദ്വീപ്. അപ്പോൾ 3 പേർക്കാണ് ആ വിധത്തിലുള്ള വെളിപാടും ആലോചനകളുമൊക്കെ ലഭിച്ചത്. ഇനി പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകവും യഗസ്കേൽ പ്രവചനവുമായിട്ട് താരതമ്യ പഠനം നടത്തിയാൽ ഒത്തിരി ചേർച്ചകളുണ്ട്. അതിലൊരു ചേർച്ച, 2 പേരും ആത്മാവിനാൽ. അങ്ങനെ യഗസ്കേൽ വെളിപ്പാടിലുണ്ട്, അവനെ ആത്മാവിൽ ഉയർന്നൊരു വൻമലയെ കൊണ്ടുപോയി. യഗസ്കേലിനെ അങ്ങനെ ഭൂമിക്കും ആകാശത്തിനും മധ്യേ യോജിപ്പുണ്ട്. മാത്രമല്ല 2 പേരും ഈ കെറൂബുകളെയും ജീവികളെയും ദർശിക്കുന്നുണ്ട്. ചക്രത്തിന്മേൽ ചക്രം, കെറൂബുകള്, ജീവികള്, സാറാഫുകള്. വെളിപ്പാട് 4-ാം അധ്യായമൊക്കെ മനസ്സിലാകുമല്ലോ. യഗസ്കേൽ പ്രവചനത്തിലും അങ്ങനെ തന്നെ 2 പേരും ഇങ്ങനെയുള്ള ദർശനങ്ങൾ കാണുന്നുണ്ട്. മാത്രമല്ല യോഹന്നാൻ അപ്പോസ്തലനും യഗസ്കേലും ജീവജല നദിയെ പറ്റി കാണുന്നുണ്ട്. ജീവജല നദി യഗസ്കേൽ 47-ാം അധ്യായവും വെളിപ്പാട് 22-ഉം. വെളിപ്പാടിൽ ഉണ്ട് അതിന് അക്കരെ ഇക്കരെയും ജീവവൃക്ഷം. ഓരോ മാസവും ഓരോ മാസവും സാലറി കിട്ടുമെന്നായിരിക്കും. അത് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. ഒരു പഴയ പാട്ടുണ്ട്, അറിയാമെങ്കിൽ പാട്. ജീവനദി ഇമ്പമൃഷം മേവിയതിലൂടെ ജീവനദി ഇമ്പമൃഷം മേവിയതിലൂടെ പോവതും ഈരാറ് വൃക്ഷം നിൽ മോടി പോവതും ഈരാറ് വൃക്ഷം നിൽപ്പതും മോടി യെരൂശലേമിൽ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമിൽ എപ്പോൾ ഞാൻ വന്നു
ചേരും ധാരണിയിലെ പാടുകേടും എപ്പോൾ ഇങ്ങോഴിയും ധാരണിയിലെ പാടും കേടും. പേടിയാ പാട്ട്. നിങ്ങൾക്ക് പാട്ടറിയാൻ മേലാഞ്ഞിട്ടല്ല, പേടിച്ചിരിക്കുക. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇയാൾക്ക് ഈ പാട്ട് മാത്രമേ, ഇനി ഇതുപോലെ വേറെ ഉണ്ട് പാടും. ഇന്ന് മിക്കവാറും ഇങ്ങനത്തെ പാട്ട് തന്നെ ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, യെഹെസ്കേലും യോഹന്നാൻ അപ്പോസ്തലനും ജീവജല നദിയെപ്പറ്റി ദർശിക്കുന്നു, വൃക്ഷത്തെ പറ്റിയും ദർശിക്കുന്നുണ്ട്. യെഹെസ്കേല് 47 അക്കരെ ഇക്കരെ വൃക്ഷമുണ്ടെന്ന, വൃക്ഷമെന്നല്ല വൃക്ഷങ്ങളെന്ന, വൃക്ഷങ്ങൾ യെഹെസ്കേൽ അങ്ങനെ കൊടുത്തേക്കുന്നത്. വെളിപ്പാടിൽ ഇങ്ങനെ, ഇത് രണ്ടും സാമ്യമുള്ള പുസ്തകങ്ങളാണ്. ആട്ടെ, രണ്ടുപേരും ഏദൻ തോട്ടത്തെ പറ്റി, പർദീസായെ പറ്റി പറയുന്നുണ്ട്. സ്തോത്രം. രണ്ടുപേരും മറ്റ് രാജ്യത്തിരുന്ന ഈ സ്വപ്നവും വെളിപ്പാടുമൊക്കെ പ്രാപിച്ചത്. യെഹെസ്കേൽ പ്രവാചകന് ബൂസിയുടെ മകനാ, പുരോഹിതനാ. അദ്ദേഹത്തെ പറ്റി ഒത്തിരി ചരിത്രമൊന്നുമില്ലെങ്കിലും പുള്ളിയെ പറ്റി വായിക്കുന്ന ഭാര്യ മരിച്ചു പോയിരുന്നെന്ന. ഭാര്യ ഉണ്ടായിരുന്നു, പക്ഷെ മരിച്ചുപോയി. രാവിലെ പ്രവചിച്ചു, വൈകുന്നേരത്തെ ഭാര്യ. നിങ്ങൾ കണ്ടാം 24:18 ഒന്ന് വായിച്ചേ. ആന്നോ നോക്കിയാ മോളെ, 24:18 ആന്നോ? അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു. വൈകുന്നേരത്ത് എന്റെ ഭാര്യ മരിച്ചു. ചെറിയ ചരിത്രങ്ങളെ കാണുന്നു. അപ്പൊ രാവിലെ പ്രവചിച്ചു, വൈകുന്നേരത്ത് ഭാര്യ മരിച്ചു. പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു. ഇങ്ങനെയുള്ള ചില പഠനങ്ങളാണ്, നമുക്കതങ്ങ് വിട്ടേക്കാം. നാം ഇന്ന് രാത്രി വായിച്ചത് 44-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ എടുത്ത വിഷയം, നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന്. അപ്പോൾ ആ വാക്യം അങ്ങനെ പഠിക്കുമ്പോൾ വീട്ടിന്മേൽ അനുഗ്രഹം വന്നതല്ല, വന്നെന്നുമല്ല, വരുമെന്നുമല്ല, വരുത്തേണം. ഞാനും നിങ്ങളും പാർക്കുന്ന വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തണം. ആര് വരുത്തണം? വീട്ടിൽ പാർക്കുന്നവർ വരുത്തണം. നമ്മൾ അനുഗ്രഹം വരുത്താനായിട്ടൊരു പ്രവാചകനെ വരുത്തുക. ചിലരുടെ ചിന്ത, പുള്ളി വന്നാൽ നമ്മുടെ വീടിന് മിക്കവാറും പുള്ളിയുടെ വീട് കുഴഞ്ഞു കിടക്കുക, മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. മോള് ഒരു തൻ്റെ കൂടെ ഇറങ്ങി അങ്ങ് ഓടെ, ഞാനതൊന്നും പറയുന്നില്ല, വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നില്ല. ചിലര് ധരിച്ചിരിക്കുന്ന പ്രവാചക വീട്ടിൽ വന്നാൽ അനുഗ്രഹം വരുമെന്ന, അലോഗ്യം ഉണ്ടാക്കി വെച്ചേ പോവുള്ളൂ, അല്ല അനുഗ്രഹമൊന്നും. വേറെ പുസ്തകത്തിലൊരു പ്രയോഗമുണ്ട്, പ്രശ്നക്കാരെന്ന്. അതിവരാ. അതെ, നല്ല ആൾക്കാരുണ്ട്, കുഴപ്പടികളുമുണ്ട്. പ്രശ്നക്കാരെന്ന് പറയാൻ കാരണം, വന്ന് പ്രാർത്ഥിച്ചു പറയും, അപ്പറയാരാ താമസിക്കുന്നത്. അപ്പം ഭർത്താവ് മിണ്ടാതിരിക്കും, ഭാര്യ പറയും, അനിയന ഒന്ന് സൂക്ഷിച്ചോണം. പ്രശ്നക്കാരാ. ഉടനെ ഭാര്യ, നേരാ മാസ്റ്റർ, ഞാൻ എപ്പോഴും പുള്ളിയോട് പറയും, പുള്ളിയെ സമ്മതിക്കുക. ഇപ്പം കേട്ടോ ദൈവാത്മാവ് ഇടപെട്ടത്. ഇനി നിങ്ങൾ അവിടെങ്ങാനും പോകുന്ന ഞാൻ കണ്ട ഒത്തല്ലോ, ഒത്തില്ലേ? ഇത് കലക്കത്തിന്റെ ആത്മാവല്ല, ഇത് സ്നേഹത്തിന്റെ ആത്മാവാണ്.
ഇത് ചിത്തിരിപ്പുണ്ടാക്കുന്ന ആത്മാവല്ല, ഇത് യോജിപ്പിക്കുന്ന ആത്മാവാ. അഥവാ വല്ല അഭിപ്രായ വ്യത്യാസമോ വല്ല ഭിന്നതകളോ ഉണ്ടെങ്കിൽ ആത്മനിറവുള്ളവൻ വന്നാൽ, ആത്മശക്തി ഉള്ളവൻ വന്നാൽ ശുശ്രൂഷയിൽ യോജിക്കണം. അവൻ ഇരുപക്ഷത്തെയും അതാ ശുശ്രൂഷ, അല്ലാതെ പിന്നെയും തല്ലി തകർക്കുകയല്ല. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. ഭയമതിലില്ല, സ്വയമതിലില്ല, ഭയമതിലില്ല, സ്വയമതിലില്ല. താതൻ താൻ ഗീതത്തെ തികപതിന. ഭയമതിലില്ല, സ്വയമതിലില്ല. താതൻ താൻ ഗീതത്തെ തികപതിന. യേശുവെ ഞാൻ കണ്ടിടുന്നു, കൺമണി പോലെന്നെ കാക്കുന്നോന. കൃപയിൻ നിറവായി കരുണമയനായി കാരുണ്യവാനായി രക്ഷകനായി. കൃപയിൻ നിറവായി കരുണമയനായി കാരുണ്യവാനായി രക്ഷകനായി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. മൈക്ക് നന്നായിരിക്കുന്നു, സംസാരിക്കാൻ എനിക്ക് തോന്നുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് നിരപ്പിന്റെ ശുശ്രൂഷയ, കലക്കത്തിന്റെ ശുശ്രൂഷയല്ല. ഇത് ഭിന്നിപ്പിക്കുന്ന ആത്മാവല്ല, യോജിപ്പിക്കുന്ന ആത്മാവാണ്. എന്നാൽ പലപ്പോഴും പ്രശ്നമാ കണ്ടുവരുന്നത്, പ്രശ്നക്കാരാ. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് പ്രവാചകനല്ല അനുഗ്രഹം കൊണ്ടുവരുന്നത്. ഇന്നയാൾ വന്നാൽ നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരികയല്ല. സ്തോത്രം. ഇവിടെ വായിക്കുന്നത് നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തണം. അനുഗ്രഹമുണ്ട്, അത് നീ വരുത്തണം. സ്തോത്രം. കാശ് കൊടുത്താൽ കിട്ടുകയില്ല. കാശ് കൊടുത്ത് അനുഗ്രഹം കിട്ടുകയായിരുന്നെങ്കിൽ നമ്മളെല്ലാം പരുവക്കേട് വായനം, കാശുള്ളവരെല്ലാം അംബാനിയല്ല, അവരെ പോലുള്ളവർ അനുഗ്രഹം കാശ് കൊടുത്ത്. ഇത് പണത്തിന് കിട്ടുന്നതല്ല. അല്ല, പണം ആയിട്ടൊരാൾ ചെന്നായിരുന്നല്ലോ, ഇച്ചിരി കാശ് തരാം, ഞാനും ആരുടെയും തലേ കൈവെക്കുമ്പോൾ ഇവിടെ ഇച്ചിരി കാശുണ്ടായിരുന്നു പിടിച്ചോളാൻ പറഞ്ഞു കയ്യോടെ. ഞാൻ ആരുടെയും തലേ കൈവച്ചാൽ അവർ ഉടനെ ഒന്ന് ഉരുണ്ട് വീഴുകയോ തറയെ കിടക്കുവോ അല്ലെങ്കിൽ ഛർദ്ദിക്കുവോ കുരയ്ക്കുവോ ഒക്കെ ചെയ്യും. ഞാൻ വെക്കാൻ നടക്കുക. പുള്ളി പറഞ്ഞു, നിന്റെ കാശ് നിന്നോടുകൂടെ, ഇത് കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല. ശിമോൻ വെട്ടി തുറന്ന പാതയാ അത്. ഇതിനെപ്പറ്റി പഠിച്ചവരൊക്കെ പറഞ്ഞ് ശിമോൻ ഒരുക്കിയ പാത സൈമണി എന്നൊക്കെയാ പറയുന്നത്. ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും കാശ് കൊടുത്ത് മേടിക്കാൻ. ഇത് കാശ് കൊടുത്ത് കിട്ടുന്നതല്ല. ഈ അനുഗ്രഹം വരണമെങ്കിൽ അനുഗ്രഹം നീ വരുത്തണം നിന്റെ വീട്ടിന്മേൽ. ഈ രാത്രി പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിൽ ശാപമുണ്ട്. ഇന്നാളൊരാൾ പ്രാർത്ഥിച്ചു പറഞ്ഞു, ബന്ധനങ്ങൾ ഈ വീട്ടിൽ ഉണ്ട്. ഇന്നാളൊരാൾ പറഞ്ഞു, പെന്തിക്കോസുകാർക്ക് ഒത്തിരി മുണ്ടുണ്ടെന്ന്. കണ്ടമാനം മുണ്ട് പെന്തിക്കോസുകാർക്ക്. കരയുള്ള മുണ്ടൊക്കെ ഇല്ലേ, കസകിൻ്റെ മുണ്ട് എന്ന് പറഞ്ഞ പോലെ പെന്തിക്കോസുകാർക്ക് ഒത്തിരി മുണ്ട് ധാരാളമാണ്. അപ്പോൾ ചോദിച്ചു, എന്തോ മുണ്ട? ബന്ധന മുണ്ട്, രോഗം മുണ്ട്, ക്ഷീണം മുണ്ട്, ഓരോ മുണ്ടുകളാണ്. പ്രതികൂലം മുണ്ട്, ആഭിചാരം മുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ മുണ്ടുകൾ നമുക്ക് ഇവിടെ ഇപ്പം മുണ്ടുമായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. സ്തോത്രം. ഇതിലേ പോകുന്നവരൊക്കെ അന്തും ബിന്ദുവൊക്കെ വിളിച്ചു പറയും. എന്നോടൊരാൾ പറഞ്ഞു, ഉരുളി കമത്തിയിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, 2-3 എണ്ണം ഉണ്ട്, കട്ടിലിനടി വെച്ചിരിക്കുക. ഉരുളി അല്ലെങ്കിൽ മലത്തി വെക്കാനൊക്കത്തില്ല. അമ്മമാരോട് ചോദിച്ചു, ഉരുളി കമത്തിയല്ലേ അമ്മേ വെക്കുന്നേ? ഉരുളി കമത്തിയല്ലേ വെക്കുന്നേ?
ഉരുളി കമത്തിയല്ലേ വെക്കുന്നത്? കഴുകിയേച്ചേ പറ. അതെ, കമത്തിയാ വെക്കുന്നത്. ചിലരെ പറയാനുണ്ട്, പാസ്റ്റേ ഇതിൽ ഒരു വരത്ത് പോക്കുണ്ടെന്ന്. ഉണ്ട്. നമ്മൾ തന്നെ ചെല്ലി പറയുന്നത് അവര് ഞങ്ങൾക്കെതിരെ ചെയ്തെന്ന്. എന്നതിന്? നീ ഒരു സ്തോത്രം പോലും പറയുന്നില്ല, നിനക്കെതിരെ എന്നാ ചെയ്യാനാ? സമയത്ത് യോഗത്തിന് വരികയില്ല, കൈ അടിക്കുകയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, സ്തോത്രം ചെയ്യുകയില്ല, സ്തോത്ര കാഴ്ച ഇടുകയില്ല, നിനക്കെതിരെ എന്നാ ചെയ്യാനാ? ഇത് അവര് വരും ചെയ്തതോ ആഭിചാരമോ മന്ത്രമോ ഒന്നുമല്ല. പിന്നെ പെന്തിക്കോസ് ചില ആൾക്കാർ പറയും സ്തോത്രം അങ്ങനെ ഉണ്ടല്ലോ, ചില ശൈലികളുണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട് രക്ഷപ്പെടാത്തത്. ഈ വീട്ടിൽ ബന്ധനമുണ്ട്, ഈ വീട്ടിൽ വരത്തുപോക്കുണ്ട്. ഇത് പണ്ട് കാവായിരുന്നു, ഇത് ഉണ്ടല്ലോ, എല്ലാം പൊതുവെ പറയാനൊക്കത്തില്ല. അങ്ങനെയുള്ളവരുടെ വീടായിരുന്നു ഇത്. ഒരാൾ തൂങ്ങിച്ചത്തതാ. ഇവിടെ 1-2 പേരെ കുടിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഈ വീടിനൊരു രക്ഷ ഇല്ലാത്തത്. ഈ വീട് വലിയ പ്രശ്നത്തിൽ കിടക്കുകയാണ്. ഞങ്ങളിത് വിറ്റേച്ച് കുമ്പനാട് സൈഡിലോട്ട് പോകാനൊരു താല്പര്യം മിക്കവാറും. നീ കുമ്പനാട്ട് പോയാലും കൊള്ളാം, പുല്ലാട്ട് പോയാലും കൊള്ളാം, തിരുവനന്തപുരത്താണെങ്കിലും കൊള്ളാം, പുനലൂരാണെങ്കിലും കൊള്ളാം, എവിടെ നിന്നാലും നിന്റെ വീട്ടിന്മേൽ നീ അനുഗ്രഹം വരുത്തണം. ഇപ്പോൾ നീ പ്രതികൂലങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ആമൻ, നീ നിൽക്കുന്ന സ്ഥലമൊക്കെ ആമൻ പോരാട്ടമുള്ള സ്ഥലമായിരിക്കും. ഒന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഏത് പോരാട്ടവും, ഏത് ആഭിചാരവും, ക്ഷുദ്രശക്തിയും മന്ത്രശക്തി, ഏത് ബന്ധനങ്ങളുള്ള സ്ഥലമാണെങ്കിലും നീ ചഞ്ചലിക്കരുത്. ആമൻ, നീ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരുന്ന് അനുഗ്രഹം വരുത്തണം. ഈ മന്ത്രവാദികളുടെ ഈറ്റില്ലത്തിനകത്ത് പൗലോസ് കൊണ്ട് സഭ തുടങ്ങിയത്. എഫെസോസിലെ മന്ത്രവാദികളുടെ ഈറ്റില്ലമാണ്. യഹൂദന്മാര് വരെ മന്ത്രവാദി. 19:13 വായിച്ചേ. 19:13 യഹൂദന്മാര് വരെ മന്ത്രവാദിയാണ്. വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 19:13 വായിച്ചേ. വായിക്കേ. കാണാമോ? ചെറിയ അക്ഷരമാ, കാണാമോ? വായിച്ചോ. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ. അപ്പൊ യഹൂദന്മാര് വരെ മന്ത്രവാദികളാണ്. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? പ്രമാണമുള്ള യഹൂദൻ മന്ത്രം ചെയ്യുന്ന, പ്രമാണമുള്ള യഹൂദൻ മന്ത്രവാദ. അപ്പൊ പ്രമാണമില്ലാത്തവനോ? സ്തോത്രം. പ്രമാണമുള്ളവൻ മന്ത്രവാദമാ. യഹൂദന് പ്രമാണമുണ്ട്. വായിച്ചോ റോമാ ലേഖനം 9:3. യഹൂദന്റെ ക്വാളിറ്റി. റോമാലേഖനം 9:3. പെട്ടെന്ന് 2 പേരും ചടികടാന്ന് വായിച്ചോ. അമ്മയും മോളുവാന്നോ, അതോ ചേട്ടത്തി അനിയത്തിയാന്നോ, അതോ ഒരു സഭയെ കൂടുന്നതാണോ? ആയിക്കോട്ടെ, 2 പേരും മാറി മാറി വായിരും. ജനപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അടുത്തത്, അവർ ഇസ്രായേലിനെ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവരായിപ്പോ മന്ത്രവാദം ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാ? പുത്രത്വം അവർക്ക്, ന്യായപ്രമാണം അവർക്ക്, ആരാധനയും അവർക്ക്, പ്രമാണം അവർക്ക്. അടുത്തുകൊണ്ട് പിതാക്കന്മാരും അവർക്ക് ഇസ്ഹാക്ക് യാക്കോബ്. പ്രാർത്ഥിക്കും, അങ്ങനെ നീട്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പെന്തിക്കോസുകാർ എന്തിനാ ഇത്ര വിറപ്പിക്കുന്നേ? മോനെ, അത് അവരങ്ങോട്ട് വരും. വണ്ടി നിങ്ങൾ ഇടുന്നവരെ ശ്രദ്ധിച്ചിടുക. ഒന്നാതെ നമ്മളോട് അങ്ങനെ വലിയ താല്പര്യം എല്ലാവർക്കും ഇല്ല. അത് 2 വശമുണ്ട്, നമ്മുടെ കയ്യിലിരിപ്പുമുണ്ട്. അപ്പം അത് വണ്ടി ഇടുന്നവർ അത് ശ്രദ്ധിച്ച് ഇട്ട്, നമ്മളിനി എത്ര നന്നാക്കിയിട്ടാലും മറ്റുള്ളവരിട്ടാൽ കുഴപ്പമില്ല. റോഡ് ബ്ലോക്ക് ചെയ്താൽ ഓരോ ചടങ്ങ് നടത്തുന്നത്. ഒരു പ്രശ്നവും ഇല്ല. ഒരു പ്രശ്നവും ഇല്ല. നാളെ ഞാൻ പോയപ്പോൾ റോഡിൻ്റെ നടുക്ക് നിലവിളക്കെല്ലാം കത്തിച്ച് വെച്ചിരിക്കുന്നു. വന്നവരോട് പറഞ്ഞു അതിലേ പൊക്കോടാൻ. പാതിരാത്രിയിൽ വഴി ഏതാന്ന് പോലും നമുക്ക് ആർക്കും പ്രശ്നവുമില്ല. നമ്മൾ മൈക്ക് അല്പം സമയം മുന്നോട്ട് പോയാൽ പ്രശ്നമാണ്. നാളെ ഞാൻ ഇതിലെ യോഗം കഴിഞ്ഞ് വെഞ്ഞാറമൂട് കഴിഞ്ഞ്, വെഞ്ഞാറമൂടല്ല, വെമ്പായം കഴിഞ്ഞ് പോന്നപ്പം, വെമ്പായം കഴിഞ്ഞ് അടുത്തൊരു എന്നാ കോടാ, പോത്തൻകോടോ, പിരപ്പൻകോടോ, പോത്തൻകൂടോ,
പോത്തൻകോട് അങ്ങ് നമ്മൾ എയർപോർട്ടിലോട്ട് പോകുമ്പോൾ അല്ല വേറൊരു കോടുണ്ട്. ഒരു കോടാ പിരപ്പൻകോട്. അവിടെ ഉത്സവമാണ്. അവിടെ മുതൽ മൈക്ക് കെട്ടിവെച്ച് അങ്ങ് ബഞ്ഞാറമ്മൂട് വരെ ഉണ്ട്. അതും 11:30 എന്തോ ബഹളമാണ്, ഒരു വിഷയവും ഇല്ല. നമ്മളോ 2 വാക്യം ഒന്ന് വിളിച്ച് പറഞ്ഞ് പ്രശ്നമാണ്. അപ്പം നമ്മളോടേ ഉള്ളു പ്രശ്നം. അതുകൊണ്ട് നമ്മളങ്ങ് ക്ഷമിച്ച് താഴ്ന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ ഇപ്പം എന്നാ ചെയ്യാനാ? നാളെയും മറ്റന്നാളുമൊക്കെ യോഗം ഉള്ളതാണ്. ഇന്നുകൊണ്ട് യോഗമെല്ലാം കലക്കരുത്. അപ്പം ശ്രദ്ധിക്കുക. നമ്മൾ എത്ര നന്നായി ചെയ്താലും പ്രശ്നങ്ങളാ. അതാ ലോകം അവർക്ക് നന്നായിട്ട് പറ, വാക്യം പറ. ലോകം അവർക്ക് അങ്ങനൊന്നും അല്ല. വീട്ടിൽ പോയിരുന്നു വായിക്കുന്നേ. അപ്പൊ ഒരു കാര്യം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള ഈ വല്ലാത്ത ലോകത്തിൽ നീ പേടിച്ചോടരുത്, നീ ഭയപ്പെട്ട് ഓടരുത്. അയ്യോ, ഈ വീട്ടിൽ താമസിക്കുന്ന ശാപമായി, ഇവിടെ പോരാട്ടമുണ്ട്, ഇവിടെ ബന്ധനമുണ്ട്, ഇവിടെ ശുദ്രം ചെയ്തിട്ടുണ്ട്, അങ്ങനെ അപ്പിടി ഇപ്പിടി ഞാനതുകൊണ്ട് ഇത് വിറ്റേച്ച് പോ. അല്ലല്ലല്ല, നിന്റെ വീട്ടിന്മേൽ നീ അനുഗ്രഹം വരുത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും കേട്ട് കണ്ട് ഓടിപ്പോകുകയല്ല. എന്തോ അത് വായിക്കണോ? ഇതാ ഏത് വണ്ടി നമ്പരാണോ? ആണോ? വായിക്കാം. ഇംഗ്ലീഷാന്ന് എനിക്ക് ഒക്കുകയല്ല. KL1 CU 7112 KL1 KL01 AX 605 പൊങ്ങ ആദ്യം. അച്ചായം പെട്ടെന്ന് എന്ത് മാറ്റിക്കോ. 7112 പൊങ്ങ. അത് നമ്മുടെ അല്ല. 7112. ചെല്ലേ. 2 പേരും ചെന്ന് അങ്ങ് മാറ്റിയിടും. നമുക്കാണല്ലോ പ്രശ്നം. നിങ്ങൾ സന്തോഷത്തോടെ യോഗത്തിന് വന്നതാ, ഇങ്ങനെ പറഞ്ഞെന്നോർത്ത് വണ്ടി എടുത്തുകൊണ്ട് പിണങ്ങി പോകരുത്. 2 പേരും ഇനി വരണം, പ്രാർത്ഥിച്ച് സഹായിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരെ എങ്ങനെ ഇട്ടാലും വിഷയമല്ല, നമ്മളിടുമ്പോളാ വിഷയം. അത് നമ്മളങ്ങ് ക്ഷമിക്കുകയല്ല, അതിനെ ചെയ്യാൻ ക്ഷമയാന്നല്ലോ നമുക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. പക്ഷേ നീ 2-3 പ്രാവശ്യമായി ആ ഫ്ലാസ്ക് അവിടെ കയ്യിൽ നിന്ന് മേടിച്ചേ. അവൾ 3-4 യോഗ ഉഴപ്പാൻ വന്നവളാ. അപ്പൊ ശ്രദ്ധിക്കുക, പോരാട്ടങ്ങളുണ്ട്, പ്രശ്നമുണ്ട്, പ്രതികൂലമുണ്ടെന്നോർത്ത് നീ പേടിച്ചോടരുത്. നെഹമ്യാവ് ഒരിക്കൽ പറഞ്ഞു, എന്നെ പോലൊരുത്തൻ ഓടിപ്പോകുമോ എന്ന് ചോദിച്ചു. എന്നെ പോലൊരുത്തൻ ഓടിപ്പോകുമോ? ഓടിപ്പോകുകയല്ല, നീ പ്രാർത്ഥിച്ച് അനുഗ്രഹം വരുത്തണം. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട ദൈവമക്കൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം വരുത്തണം. നിന്റെ ഭവനത്തിൽ ചിലപ്പോൾ ശാപം കണ്ടെന്ന് വരാം, ദോഷം കണ്ടെന്ന് വരാം, പാരമ്പര്യത്തിന് ശക്തികളൊക്കെ ഉണ്ടെന്ന് വരാം. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രവാചകന്മാരും പ്രവാചകിമാരും ആത്മാവിൽ ദൂത് പറഞ്ഞു കാണതൊക്കെ ശരി. പക്ഷേ ഇന്ന് രാത്രി അത് കണ്ടും കേട്ട് നീ ക്ഷീണിച്ച് മടുത്തു പോകരുത്. പ്രാർത്ഥിച്ച് നീ അനുഗ്രഹം വരുത്തണം. നിന്നെ അനുഗ്രഹിക്കാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞ ഒരുവൻ സ്വർഗത്തിലുണ്ട്. അവൻ നിന്നെ വാലല്ല തലയാക്കാമെന്ന് പറഞ്ഞ ഒരുവൻ സ്വർഗത്തിലുണ്ട്. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്. നിന്റെ പ്രശ്നങ്ങൾക്ക് തീർപ്പും പരിഹാരവും തരുവാൻ കഴിവുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാകൊണ്ട് അന്യോന്യം അനുഗ്രഹിച്ച് ഇന്ന് രാത്രി ദൈവിക അനുഗ്രഹം പ്രാപിക്കണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹമുറിയിൽ പൂട്ടുകൾ തന്നെ തുറപ്പാൻ, അനുഗ്രഹ മുറിയിൻ പൂട്ടുകൾ തന്നെ തുറപ്പാൻ.
അപ്പൊ നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന് പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും കണ്ട് നീ ഓടിപ്പോകുകയല്ല, അവിടെ നിന്ന് പൊരുതി അതിന്റെ മേൽ ജയമെടുക്കണം. ഇവിടെ അവൻ പൗലോസിന്റെ ശുശ്രൂഷയാ. എഫെസോസ് മന്ത്രവാദികളുടെ ഈറ്റില്ലമാ. യഹൂദന്മാര് മന്ത്രവാദിയാ. യഹൂദൻ അതാ 19:13 വായിച്ചോ. വായിര് 19:13. പെട്ടെന്ന് സമയം പോകുന്നു. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദൻ. അപ്പൊ യഹൂദന്മാര് വരെ മന്ത്രവാദിയാ. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? ഇനി 1-2 മന്ത്രവാദിയല്ല, ധാരാളം മന്ത്രവാദിയുണ്ട്. പഠിച്ച മന്ത്രവാദികളാ. 19 വാക്യം വായിച്ചേ. 19. മൈക്ക് കൂടെ വായിക്കാൻ അങ്ങ് നല്ലതാ. മോള് മൈക്ക് കൂടെ വായിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും. നിർത്തിക്കേ. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും. അപ്പൊ ഒന്നല്ല, പലരുണ്ട്. അപ്പൊ എഫെസോസിന്റെ കുഴപ്പടി മന്ത്രവാദികളുടെ ഈറ്റില്ലമാ. യഹൂദന്മാര് വരെ മന്ത്രവാദിയാ. 1-2 മന്ത്രവാദിയല്ല, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും. അപ്പൊ ധാരാളം മന്ത്രവാദികൾ. അവിടെ പോയി സഭ തുടങ്ങിയത്. നമ്മൾ ഇനിയും കുമ്പനാട്ടൊരു വേലയും കൂടെ ഒക്കെ നിങ്ങൾക്ക് പുനലൂര് ടൗണിലും കൂടെ AG അല്ലേ? ഇരിക്കട്ടെ. പിന്നെ 2 ഞാൻ പോയതാ. അപ്പൊ എഫെസോസിന്റെ കൊടപ്പടി 1 മന്ത്രവാദികളുടെ ഹീറ്റില്ലമാ. യഹൂദന്മാര് വരെ മന്ത്രവാദിയാ. 1-2 പലരാ. മാത്രമല്ല, എൻ്റെ ഭാഷയാ, മന്ത്രവാദത്തിൽ ഡിഗ്രി എടുത്തവരാ. അല്ലാതെ കോഴിയുടെ പടലേക്ക് പിടിച്ച് വിരക്കി ഉറ്റി ഓടി വെച്ച് കോഴിയുടെ പടലിൽ പിടിച്ച് വെച്ച് അലറിയെ ചോടുന്ന മന്ത്രവാദിയല്ല. മന്ത്രവാദത്തിൽ എൻ്റെ ഭാഷയാ, ബിരുദാനന്തര ബിരുദം കാരണം അടുത്ത വാക്യത്തിൽ അവരുടെ പുസ്തകങ്ങൾ എന്നൊരു പദമുണ്ട്. വായിച്ചേ മോളെ, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ. അപ്പം ക്ഷുദ്രപ്രയോഗത്തെ പറ്റിയുള്ള പുസ്തകം വെച്ച് പഠിച്ചവരാ. കുറഞ്ഞ മന്ത്രവാദികളല്ല, പുസ്തകം വെച്ച് പഠിച്ച മന്ത്രവാദികളാ. ഡിഗ്രിയുള്ള മന്ത്രവാദികളാ. നമ്മളും കേട്ടിട്ടില്ലേ അതിന് പഠനമുണ്ട്, പ്രത്യേക പഠനമാ. പുസ്തകങ്ങൾ വെച്ച് പഠിച്ചു. ആ പുസ്തകമെല്ലാം കൂടെ കൊണ്ട് കത്തിച്ചപ്പോൾ അതിന്റെ കാശ് വില അന്ന് 50,000 വെള്ളിക്കാശ്. അങ്ങനല്ലേ? അവയുടെ വില കണക്ക് കൂട്ടിയാറ് 50,000 വെള്ളിക്കാശ്. 50,000 വെള്ളിക്കാശിന്റെ പുസ്തകം മന്ത്രവാദത്തിന്റെ. മന്ത്രവാദം പഠിക്കാനാണെങ്കിലും ഇത്രയും രൂപയുടെ പുസ്തകം നമ്മൾ ഇന്ന് വരെ നല്ല ബൈബിള് പോലും മേടിക്കുകയല്ല. നിന്റെ ബൈബിള് നോക്കിക്കേ, സങ്കീർത്തനമെല്ലാം നടുക്കൂടെ തള്ളി നിൽക്കുക. ചിലക്ക് ദൈവത്തെ പോലൊരു ബൈബിളുണ്ട്. കാരണം ആദിയില്ല, ഉൽപ്പത്തി പുസ്തകം 1 അധ്യായമില്ല, വെളിപ്പാട് 22 ബൈബിള് കാണുമ്പോൾ അറിയാം ആളെങ്ങനെ ഉണ്ടെന്ന്. വായിക്കുന്ന ആളാണോ, ഉപയോഗിക്കുന്ന ആളാണോ, എങ്ങനെ ഉണ്ട്, ചൊവ്വുണ്ടോ, ചുമാന്തരമുണ്ടോ, കാണുമ്പോൾ അറിയും. എന്നെ എല്ലാവരും താടിക്കൈയും കൊടുത്തിരിക്കുന്നേ ഉള്ള കാര്യമാണ്. എടാ, മന്ത്രവാദത്തിൻ്റെ പുസ്തകം തന്നെ 50,000 വെള്ളിക്കാശ് അന്ന്. ഇത് കാശ് കൊടുത്തിട്ട് ബൈബിള് മേടിക്കുകയല്ല. അല്ലെ, ബൈബിള് കിട്ടുമോ ഒരെണ്ണം തരാൻ? അവനൊന്നും അനുഗ്രഹം പ്രാപിക്കാനുള്ളവനല്ല. എടാ, പട്ടിണി കിടന്നാലും പോയി നല്ലൊരു ബൈബിള് മേടിക്കണം. വേണ്ടേ? ദൈവം അന്നേരം അതെല്ലാം നോക്കുമെന്ന്. അങ്ങനെ പട്ടിണി കിടന്ന് നീ ഒരു ബൈബിള് മേടിച്ചാൽ പിന്നെ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തുമില്ല.
എൻ്റെ വാദമാണ്. ഇത് കാശ് മുടക്കുന്ന ഒരു ബൈബിള് കിട്ടുമോ? പാസ്റ്റർ കുമ്പനാട് വല്ലതും പോകുന്നുണ്ടോ കൺവെൻഷന്? എനിക്ക് വിടരെ പാഠപുസ്തകം കിട്ടുമോ അവിടെ? നിന്റെ ആയുസ് മുഴുവൻ നീ സൊളിവിലിരിക്കുന്നതല്ലാതെ അല്ലാത്തതിനെല്ലാം കാശുണ്ടല്ലോ, ഇല്ലേ? ഇല്ലേ? ഉണ്ട്. തുണി എടുക്കുക അവിടെ കടയിൽ ചെന്നു എനിക്കൊരു തുണി തരാമോ? അല്ല, തേമ്പും കൊച്ചുങ്ങൾ. അത് കടം മേടിച്ചാന്നേലും ആത്മീകത്തിന് അതിനും പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. പിന്നെ നീ ബുദ്ധിമുട്ടാൻ ദൈവം അനുവദിക്കത്തുമില്ല. അപ്പൊ 50,000 വെള്ളിക്കാശിന്റെ പുസ്തകം, മന്ത്രവാദത്തിന്റെ പുസ്തകമാണെന്ന് ഓർക്കണം. മന്ത്രവാദത്തിന്റെ പുസ്തകം അത് മുഴുവൻ കത്തിച്ചു, മാനസാന്തരപ്പെട്ടപ്പോൾ കത്തിച്ചു. അല്ലാതെ പഴവിലയ്ക്ക് വിൽക്കുകയല്ല. അത് പഴവിലയ്ക്ക് വിറ്റേച്ച് നമുക്കൊരു കൺവെൻഷൻ ഇല്ലല്ല, അത് മുഴുവൻ കത്തിച്ചു. അതാ മാനസാന്തരം. മാത്രമല്ല അപ്പൊ ഒന്ന് എഫെസോസിന്റെ കുഴപ്പടി മന്ത്രവാദികളുടെ കീറ്റില്ല. യഹൂദന്മാർ വന മന്ത്രവാദി, 1-2 മന്ത്രവാദികൾ, അനവധി നിരവധി മന്ത്രവാദി, 4 ഗ്രന്ഥം വെച്ച് പഠിച്ച മന്ത്രവാദികൾ. മാത്രമാണോ എഫെസോസ് അർത്തമീസിന്റെ വ്യാപാര ശക്തി, ഒരു സ്ത്രീ ദൈവമാണ് അർത്തമീസ്. അവള് ദ്യോവിൽ നിന്ന് വീണ ബിംബമാണ്. ക്ഷേത്രപാലക പുള്ളിക്കാരിയെല്ലാം അടക്കി ഇങ്ങനെ ഭരിക്കുന്നത്, വിവരിക്കുന്നില്ല. ഇനി അർത്തമീസിന്റെ ചെറുതും വലുതുമായി ബിംബങ്ങൾ നിർമ്മിച്ച് കൊത്തി വിൽക്കുന്ന ഒരു വ്യാപാര ശൃംഖല അവിടെ ഉണ്ട്. തട്ടാന്മാരുമുണ്ട്. അതിന്റെ മൂത്ത തട്ടാനാണ് ദെമേത്രിയോസ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പട്ടണത്തിൽ ആ പൗലോസ് പോയി സഭ തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വിശേഷത പറയാ, പൗലോസ് ചെന്നത് ആത്മശക്തിയാലാ ചെന്നത്. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. മന്ത്രവാദം കാണും, ആപചാരം കാണും, ക്ഷുദ്രപ്രയോഗം കാണും, ഗൂഢോത്തരം കാണും, സേവകൾ കാണുവരൊക്കെ അവിടെ ഇരിക്കട്ടെ, അവിടെ നിൽക്കട്ടെ. നീ ചഞ്ചലിക്കരുത്, നീ ക്ഷീണിച്ചു പോകരുത്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിയോഗത്തോടെ ദൈവകൃപയ്ക്ക് ശരണപ്പെട്ട് നീ ഓരോ സ്റ്റെപ്പും വെച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോന്നു വരുന്ന ഉയർച്ചകളെ പിടിച്ചടക്കും. പുസ്തകത്തിലെ വാക്യം എങ്ങനെയാ നമുക്കറിയാം. നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവരും നിന്റെ പക്ഷം ചേരും. നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവര് നിന്റെ പക്ഷം ചേരും. കാരണം ഞാനും നിങ്ങളും ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെയാ, സത്യദൈവത്തെയാ, നിത്യദൈവത്തെയാ, ഏകദൈവത്തെ, സാക്ഷാൽ ദൈവത്തെ, ഇന്നും ജീവിക്കുന്ന ദൈവം. അതികളൊടിച്ചെന്ന് കാക്കുന്നവൻ ഭക്ഷണങ്ങൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊടിച്ചെന്ന് കാക്കുന്നവൻ ഭക്ഷണങ്ങൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊഴിച്ചെന്ന് കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനെ മന്നുവേലേ ജീവനായകനെ മന്നുവേലേ ജീവനായകനെ.
വിയർപ്പു വെള്ളം എൻ്റെ മേലൊഴിച്ചു പാപത്തിൽ നിന്നുണർത്തി. കൃപയിൽ നീക്കാം വിയർപ്പു വെള്ളം എൻ്റെ മേലൊഴിച്ചു പാപത്തിൽ നിന്നുണർത്തി. നാവിലൊരു പുതിയ പ്രാർത്ഥനയെ പകർന്നവൻ എൻ 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 ജീവനായകനെ മന്നുവേ ജീവനായകനെ മന്നുവേലേ ലേലൻ ജീവനായകനെ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ജീവനായകനാ, യേശുക്രിസ്തു രക്ഷാനായകനാ, യേശുക്രിസ്തു വിശ്വാസത്തിന്റെ നായകനാ. അപ്പോൾ പൗലോസ് അങ്ങനെയുള്ള ആ സ്ഥലത്ത് ചെന്ന് സഭ തുടങ്ങി. ആട്ടെ, ഇങ്ങനെ പറഞ്ഞാൽ ഞാനങ്ങ് പോകും. ഇതിനിടയ്ക്ക് നമുക്ക് സ്വോത്രകാഴ്ച ഉള്ളതാ, എടുക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തണം. അതിനെന്തൊക്കെ ചെയ്യണം? അതാ ഇന്ന് രാത്രിയിലെ വിഷയം. അതാ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്താൻ എന്തൊക്കെ ചെയ്യണം. 21 ഇരുന്നുകൊണ്ടൊന്നും കാര്യമായില്ല. ആരാണ്ട് പറഞ്ഞ് 7 വെള്ളം കുടിക്കാതിരിക്കാൻ. ഈ ചൂടും പിടിച്ചോ. അനുഗ്രഹം വരുത്താൻ ഇരിക്കുക. 7 ഇരിക്കുന്ന പുള്ളിക്കാർ അപ്പുറത്തുകാരോട് മിണ്ടത്തുമില്ല. ഈ മീനച്ചൂടിന് നീ അങ്ങനെ ഇരിക്കാവോ? ആരാണ്ട് പറഞ്ഞ അമ്മാമ്മ 3 ഇരുന്നാൽ മതി, വിടുതലാന്ന്. അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കാത്ത തള്ളയാ. 3 ഇരിക്കുക. ചുമ്മാ സമാധി ഇരിക്കും പോലെ. എൻ്റെ പ്രിയരെ, അങ്ങനൊന്നും ഇരുന്നിട്ട് വലിയ കാര്യമില്ല. ഉപവസിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. നടത്തിപ്പും നിയോഗവും ദൈവം പറഞ്ഞാൽ ഇരുന്നോണം. 3, 7, 21 ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച്. പക്ഷെ ഇരിക്കുന്നവർ ചില കാര്യങ്ങൾ ചെയ്യണം. സഹോദരങ്ങളോട് മിണ്ടുകയില്ല. 3 ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പനെ അമ്മയെ അന്വേഷിക്കത്തില്ല, പച്ചവെള്ളം കൊടുക്കുകയില്ല. 21 ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു സഭയിലാ, ഇതിപ്പോൾ അസംബ്ലീസ് കോഡ് അല്ലെ IPC, ചർച്ച് ഓഫ് കോഡ്, ഷാരോ ആയിക്കോട്ടെ, തമ്മിൽ മിണ്ടത്തുമില്ല, യോജിപ്പുമില്ല. 21 ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ സമാധാനം പറഞ്ഞേച്ചേ നിങ്ങളെ വിടുകയുള്ളൂ. ഒരു പ്രയോജനവും ഇല്ല. നാം ചെയ്യേണ്ട ചില കാര്യങ്ങളും കർത്തവ്യങ്ങളും ചുമതലകളും ഉണ്ടത് ചെയ്യണം. അതുകൊണ്ട് ഇന്ന് രാത്രി വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തണം. ഈ 44-ാം അധ്യായത്തിൽ ശുശ്രൂഷകന്മാരോട് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ സാദോക്കിന്റെ മക്കളെ ശുശ്രൂഷയ്ക്കാക്കണം. കാരണം ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയ കാലത്ത് ഇവര് തെറ്റിപ്പോകാതെ നിന്ന് ശുശ്രൂഷിച്ചവരാ സാദോക്കിന്റെ മക്കള്. നിങ്ങൾ ആ 12-ാം വാക്യം വായിച്ചേ. 44-12 പെട്ടെന്ന് 44-12 പെട്ടെന്ന് വായിച്ചേ. അവർ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്ത്. 10-ാം വാക്യം വായിച്ചോ മോളെ ആദ്യം. ഇസ്രായേൽ തെറ്റിപ്പോയ കാലത്ത് എന്നെ വിട്ടകന്നു പോയവരും അപ്പോൾ എന്നെ വിട്ട് തെറ്റി വിഗ്രഹങ്ങളോട് ചേർന്നവരുമായ ലേവ്യര് തന്നെ. അപ്പം ലേവ്യര് തന്നെ കുഴപ്പടിയാക്കി. ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയപ്പോ ഇവരും തെറ്റി. എന്നാൽ തെറ്റാതെ നിന്നൊരു കുടുംബം ആ സാദോക്കിന്റെ കുടുംബം. വായിച്ച മോളെ അതിന്റെ 12-ാം വാക്യം 15-ാം വാക്യം വായിച്ചോ. 15. ഇസ്രായേൽ മക്കൾ എന്നെ വിട്ട് തെറ്റിപ്പോയ കാലത്ത് എന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ കാര്യവിചാരം നടത്തിയിരുന്ന സാദോക്കിന്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ. സാദോക്കിന്റെ പുത്രന്മാർ. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയ കാലത്തും തെറ്റിപ്പോകാതെ നിന്ന ഒരു കുടുംബമാണ് സാദോക്കിന്റെ കുടുംബം. അബ്യാഥാര് സാദോക്കും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, പുരോഹിതന്മാർ. സാദോക്കിന്റെ കുടുംബം. നീ തെറ്റിപ്പോയവരുടെ ലിസ്റ്റ് എടുത്ത് നടക്കാതെ നീ തെറ്റിപ്പോകാതിരിക്കാൻ നോക്കിക്കോണം. ചിലര് തെറ്റിപ്പോയവരുടെ എല്ലാം ലിസ്റ്റ് കയ്യിലുണ്ട്. ചില അതുമായിട്ടായി യോഗത്തിനും വരുന്ന അതാ. അറിഞ്ഞായിരുന്നു? ഇല്ല. അറിയണ്ടതാ. തെറ്റി ആരാ?
ഞാൻ പറഞ്ഞെന്ന് പറയരുത്. ഞാൻ പറഞ്ഞെന്ന് ഇത് പറഞ്ഞ ചിപ്പറെ തെറ്റിയെടുക്കുമെന്ന്. സ്തോത്രം, ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞതേ ഉള്ളൂ. നിന്നെപ്പോലൊരു പെരുങ്കള്ളൻ. നീ കൊച്ചുണ്ണിയുടെ മൂത്ത ഏട്ടനാ അല്ലേ? പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. തെറ്റിപ്പോയവരുടെയും പാളിപ്പോയവരുടെയും വീണുപോയവരുടെയും പിന്മാറിയവരുടെ ലിസ്റ്റ് കൊണ്ട് നടക്കാതെ, നീ തെറ്റിപ്പോകാതെ നിന്റെ ആയുസ്സും ആരോഗ്യവും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയപ്പോൾ സാദോക്കിന്റെ മക്കൾ തെറ്റിപ്പോയില്ല. അവർ ശുശ്രൂഷയിൽ നിന്നു. അങ്ങനെയുള്ള അവരെ ഈ ശുശ്രൂഷയ്ക്ക് ആക്കി. അപ്പോൾ 44-ാം അധ്യായം പഠിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയാം. ഞാൻ പകലും അത് ഇങ്ങനെ 1-2 കാര്യങ്ങൾ ഞങ്ങളുടെ എവിടെയും പറഞ്ഞപ്പോൾ ഓർപ്പിച്ചു. ശുശ്രൂഷകരെ എങ്ങനെ ആയിരിക്കണം ശുശ്രൂഷകരെ. അതിൽ 44-ാം അധ്യായത്തിൻ്റെ 11 വായിച്ചേ. 44-11 എങ്ങനെ ആയിരിക്കണം? അവർ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആലയത്തിന്റെ പടിവാതിൽക്കലെല്ലാം ശുശ്രൂഷകന്മാരായി കാവൽ നിന്ന്. അപ്പൊ ഒന്ന്, ശുശ്രൂഷകന്മാർ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ, കാവൽ നിന്ന് ശുശ്രൂഷിക്കണം. കാവൽ നിൽക്കണം. സന്ധ്യയ്ക്ക് കഴിച്ചേച്ച് നേരത്തെ കയറി കിടക്കുക, പിന്നെ എങ്ങനെ കാവൽ നിൽക്കുന്നത്? ആലയത്തിൽ കാവൽ നിൽക്കണം. 134-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അതാ ചെയ്യേണ്ടത്. രാത്രി മുഴുവൻ ദൈവാലയത്തിൽ നിന്നിടുന്ന ദാസന്മാരെ പവന്മാർ വാഴ്ത്തിടി. വാഴ്ത്തുവീൻ പരം ഓ രാത്രി മുഴുവൻ ദൈവാലയത്തിൽ നിൽക്കും. രാത്രി മുഴുവനും തൻ ദൈവാലയത്തിൽ നിൽക്കും ദാസന്മാരെ പവന്മാർ വാഴ്ത്തിടി. ദാസന്മാരെ പവന്മാർ വാഴ്ത്തുവീൻ പരം ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിക്കുന്നു. ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിക്കുന്നു. ഏകട്ടെ മംഗളങ്ങൾ മേല. ഏകട്ടെ മംഗളങ്ങൾ മേല. അപ്പോൾ ഒരു ശുശ്രൂഷകന്റെ ക്വാളിറ്റി ഒന്ന്, രാത്രികാലത്തിൽ യഹോവയുടെ ആലയത്തിൽ കാവൽ നിന്നോണം. എന്തിനാ കാവൽ നിൽക്കുന്നത്? ആലയത്തിലെ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കണം. കാവൽ നിൽക്കണം. എന്തുവാ സൂക്ഷിക്കേണ്ടത്? സൂക്ഷിക്കേണ്ടത് ഉപദേശ വിഷയങ്ങൾ സൂക്ഷിച്ചോണം. ദുരുപദേശക്കാർ ഇതിനകത്ത് കയറി വേറെ വിതച്ചേച്ച് പോകരുത്. ആലയത്തിലെ ഉപകരണമല്ല, സകല കണ്ടകടിച്ചാണിയും വരും. ഓരോന്ന് വിതച്ചേച്ച് പിന്നെ ശുശ്രൂഷകന് കിടന്ന് കുഴയുക. ഈ ഉപദേശ ഐക്യമില്ലാത്തവരെ വിളിക്കരുത്. ഉപദേശ ഐക്യമില്ലാത്തവരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കിടന്ന് കൊഴിയും. ഞാൻ നോക്കി ഉപദേശ ഐക്യമൊക്കെ ഉണ്ട്. ഉപദേശ ഐക്യമല്ലാത്തവരെ വിളിച്ചാലുണ്ടല്ലോ, ആദ്യത്തെ ദിവസം ഒരുത്തം വന്നു സ്നാനപ്പെട്ടാലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടില്ലേലും ജീവിച്ചാൽ മതി, ഇളക്കി വെച്ച് പോയി. രണ്ടാമത് വന്ന പുള്ളി പറഞ്ഞു സ്നാനപ്പെട്ടില്ലേ മേളിലോട്ട് പോവുകയല്ല, കുഴഞ്ഞു. മൂന്നാം ദിവസം വന്ന പറഞ്ഞു എന്നും വിഷയമൊന്നുമല്ല. ഇല്ലേ? ഒന്നാം ദിവസം വന്ന പുള്ളി പറഞ്ഞു അന്യഭാഷ നിന്നു. രണ്ടാം ദിവസം വന്ന പുള്ളി പറഞ്ഞു നിന്നിട്ടില്ല. മൂന്നാം ദിവസം വന്ന പുള്ളി പറഞ്ഞു നിന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ വിഷയം അതല്ല.
4-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു, ഒത്തിരി പറയരുത്, 2 വാക്ക് പറഞ്ഞു വെച്ച് പിന്നെ മിണ്ടാതെ. കുഴയല്ലേ? ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായോ? സ്തോത്രം. ഉപദേശ ഐക്യം വേണം. എന്തുവാ നമ്മുടെ ഉപദേശം? ഒറ്റ വാക്കിലങ്ങ് പറയാം, വിസ്തരിക്കേണ്ടതാ എങ്കിലും പറയാം. ഒന്ന്, മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, രക്ഷിതാവായി കർത്താവിനെ സ്വീകരിച്ചവർ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. 3, അഭിഷേകം പ്രാപിക്കണം. തമ്പറിൻ്റെ അടിക്കുമ്പോൾ ഇങ്ങനെ ഞെട്ടിയാൽ പോരാ. അഭിഷേകം പ്രാപിച്ച് ആത്മസ്നാനം പ്രാപിച്ച് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. തിരുമേശ എടുക്കണം. തിരുമേശ എടുക്കണം, കർക്കശമാണ്. വേർപാട് പാലിക്കണം. ഇതാ ഉപദേശമാണ്. വേർപാടിൻ്റെ ഉപദേശം അതിനകത്തെല്ലാം വരും. വേർപാടിൻ്റെ ഉപദേശത്തിനകത്ത് എല്ലാം വരും. ഇല്ലേ? വരികയല്ലേ? പറ, എന്തൊക്കെ വരും? ഇനി എന്നാ വരാനാ? ഞങ്ങൾ എല്ലാം വരും. സഹോദരിമാർക്കാകുമ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് പിടികിട്ടും. പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടാൻ വേണ്ടിയാ. നമ്മുടെ നാട്ടിലൊരു കൂട്ടാന അവിയൽ. എന്തൊക്കെ ഉണ്ട് അതിനകത്ത്? ഉണങ്ങിയ 2 മുരിങ്ങക്കോലേ ഉണങ്ങിയത് 2 എണ്ണം, പിന്നെ ചേനയുടെ എലി കടിച്ചതിൻ്റെ ബാക്കി. ഇത് വെച്ച് അവിയലാകുമോ? എന്തൊക്കെ വേണം പറ. അഴക്കേ? എല്ലാം വേണം. പുള്ളിക്കാരി ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു, എല്ലാം വേണം. ഒരുമാതിരിപ്പെട്ട പച്ചക്കറികളെല്ലാം അവിയൽ, അതെല്ലാം കൂടെ ചേരുന്നതാ. ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. വേർപാടിൻ്റെ ഉപദേശവാദ. നമ്മുടെ നോട്ടം, നിരൂപണം, സംസാരം, വസ്ത്രധാരണം, കൊടുക്കവാങ്ങൽ, ഇടപാടുകൾ, സ്തോത്രം, അങ്ങനെ ഒത്തിരി എല്ലാം ഇതിനകത്ത് വരും. വേർപാടിൻ്റെ ഉപദേശം അത് കർക്കശമായി പറയണം. വേർപാട് ഉപദേശം. ഇന്നാളൊരാൾ ചോദിച്ചു, സിനിമ കാണരുതെന്ന് ബൈബിളിൽ. അങ്ങനെ ബൈബിളിൽ വാക്യമില്ല. സിനിമ കാണരുത് അങ്ങനൊരു വാക്യമില്ല. പക്ഷെ വേർപാടിൻ്റെ ഉപദേശത്തിനകത്ത് ഇത് വരും. കണ്ണെഴുതരുതെന്ന് വേദപുസ്തകത്തിൽ അങ്ങനില്ല. കണ്ണെഴുതി ഒരു തള്ളയ്ക്ക് വന്ന ഗതികേട് അറിയാമായിരുന്നല്ലോ. വായിച്ചിട്ടില്ലേ? ആരാ? അങ്ങോട്ട് നോക്കി പറഞ്ഞു കൊടുക്കാൻ ഇസബേല. കണ്ടോ? മനസ്സിലായോ? ഇതെല്ലാം ഈ ഉപദേശത്തിൽ വരുന്നതാ. സ്തോത്രം. കർക്കശമായി വേർപാട് ഉപദേശം പറയണം. അപ്പോൾ ഉപദേശി ഐക്യമില്ലാത്തവരെ വിളിച്ചാൽ വന്ന് അത് ഇതെല്ലാം മെതച്ചേച്ച് പോകും. മെതച്ചേച്ച് പോയാൽ പിന്നെ ആകെ ഒന്നേ തുടങ്ങണം. മനസ്സിലായോ? ഉപദേശ ഐക്യം ഉണ്ടായിരിക്കണം. അത് കൺവെൻഷന് വിളിച്ചാലും അങ്ങനെ ഉപദേശ ഐക്യമുള്ളവരെ വിളിക്കണം. വിളിച്ചില്ലേ കോഴയും? അത് അനുഷ്ഠിക്കുന്ന ചിലരേ ഉള്ളൂ, ചില സഭക്കാരേ ഉള്ളൂ. അവർ വേറെ ആരെയും വിളിക്കുകയില്ല. അവരങ്ങും അങ്ങനെ പോവുകയും ആരാന്ന് മനസ്സിലായി കാണും. എന്നെ കൊണ്ട് പറയിപ്പിക്കാണെന്ന് നോക്കണ്ട. അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നവും ഇല്ലല്ലോ. ഇത് ചള്ളും പൊട്ടും എല്ലാം വന്ന് കയറി എല്ലാം മെതച്ചേച്ച് പോയി. പിന്നെ ഇതെല്ലാം വേറെ 21 വെച്ച് അന്ന് ഉള്ളിപ്പെറുക്കി. അന്നേരം വിശ്വാസി വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ നാളെ മുതൽ അങ്ങോട്ട് വരുന്നില്ല. ഉടനെ ബൈക്ക് എടുത്തോണ്ട് ചെന്നു. എന്നാ പറ്റിയമ്മ? മറ്റേ ഭാഷ പറഞ്ഞു. അത് അങ്ങ് പുള്ളി അന്നേരത്തെ ഒരു ഇതിനങ്ങ് പറഞ്ഞത്, സമാധാനം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടോ? പുള്ളി കിടന്ന് പിന്നെ കുഴയുക. ഉടനെ വേറൊരു അച്ചായൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അടുത്ത ആഴ്ച വേറൊരു കൂട്ടായ്മയിലോട്ട്. അതന്നെ പിന്നെ ഞാൻ വന്ന പുള്ളി പറഞ്ഞല്ലോ, ഇതല്ല ആരാധനയെന്ന്. അത് അച്ഛാ പുള്ളി വേറൊരു ഒരു ചിന്ത പറഞ്ഞപ്പം പറഞ്ഞെന്നേ കുഴയല്ലേ? ഉപദേശ ഐക്യം വേണം. ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ ആലയത്തിൽ കാവൽ നിൽക്കണം ശുശ്രൂഷകന്മാർ. ഇതിനകത്ത് അന്യശക്തികൾ, ദുരുപദേഷ്ടന്മാർ, ഒന്നും ഇതിനകത്ത് യൂദ അതല്ലേ പറഞ്ഞ്, ദുരുപദേഷ്ടന്മാര് അവരോട് പോരാടണമെന്ന്. അവരോട് അതാ പോരാടുന്ന അവരോടാ. വായിച്ചേ യൂദ 3 വായിച്ചേ മോളെ. 3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതിന്, ഈ വിശ്വാസ പ്രമാണത്തിന് വേണ്ടിയാ പോരാടേണ്ടത്. പോരാടേണ്ടത് എന്തിനാ? ഈ വിശ്വാസ പ്രമാണത്തിന് വേണ്ടിയാ അല്ല വണ്ടി കിട്ടാനും വീട് കിട്ടാനും 10 മേടിക്കാനും അമേരിക്ക പോകാനും വിസ അടിക്കാനും അറബിയോട് ഇടപെടാനും അല്ല പോരാടിയിരിക്കുന്നത്. നമ്മൾ പോരാടുന്നതല്ല അതിനാ. അഴിയട്ടെന്നും പറഞ്ഞിരിക്കുക, വലത്തെ കൈയിട്ടിളക്കി. ഞാനും നിങ്ങളും പോരാടേണ്ടത് ഈ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടണം. ആരോടാ പോരാടേണ്ടത്? അവിടെ എഴുതിയിട്ടുണ്ട്, ദുരുപദേശക്കാരോട് നന്നായിട്ട് പോരാടി വിജയം പ്രാപിക്കണം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ചിലർക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് വെറുതെ എന്തിനാ ഒരു യോഗം വന്ന് അവസാനം അത് അലോഗ്യമായി പിരിഞ്ഞെന്നൊരു പേര് വേണ്ട. സന്തോഷത്തോടെ പിരിയാം. അപ്പോൾ ശുശ്രൂഷകന്മാരുടെ ക്വാളിറ്റി, ഒന്ന്, അവർ ദൈവാലയത്തിൽ കാവൽ നിൽക്കണം. ആ 44-ാം അധ്യായത്തിൽ. 2, തെറ്റിപ്പോകാതെ ശുശ്രൂഷ ചെയ്യണം. 10ഉം 15ഉം വാക്യം വായിച്ചേ. 44:10. ഇസ്രായേൽ തെറ്റിപ്പോയ കാലത്ത് എന്നെ വിട്ടകന്ന് പോയവരും. അപ്പൊ തെറ്റിപ്പോയി അങ്ങനെ തെറ്റിപ്പോയി. 15ാം വാക്യത്തിലും തെറ്റിപ്പോയി അങ്ങനെ. അപ്പോൾ ശുശ്രൂഷകന്മാർ തെറ്റിപ്പോകാതെ ഇത് ചെയ്യണം. തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ പഠിക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ. ഇത് മുഴുവൻ തെറ്റിക്കുകയാണല്ലോ. പാട്ടും തെറ്റിച്ചു. പാട്ട് തെറ്റിക്കുക ഉടനെ തെറ്റിയ ഉടനെ മറുഭാഷ പറയും. ഇതിൻ്റെ ഒരു താളം വിടുമ്പോൾ താളത്തിന് നിന്ന്. ഇത് ആത്മാവിലൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു താളം വിട്ടേ മോനെ, ഒരു താളം വിട്ടേ. ഇത് ആത്മാവിലാണോ? നീ എന്നാ ഉടനെ പാട്ട് പാടാൻ നിൽക്കുന്ന ഇതാണോ ആത്മാവ്? മതി 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 എടേ മതിയടേ. ഒന്നേ തെറ്റും ഇല്ലേ മറക്കും. ഉടനെ നമ്മൾ മറുഭാഷ പറയും. തെറ്റുമ്പോ പറയാനുള്ളതാണോ മറുഭാഷ? ആണോ? ആണോ? തെറ്റുമ്പോ പറയാനുള്ളതാണോ മറുഭാഷ? ഇതിന്റെ താളം വിടുമ്പോ പറയാനുള്ളതാണോ മറുഭാഷ? അല്ല. വാചകം കിട്ടാതെ വരുമ്പോ പറയുന്നതാണോ മറുഭാഷ? സ്തോത്രം. നിങ്ങൾ ചില പ്രാർത്ഥിച്ച് വാചകം കിട്ടാതെ വരുമ്പോ ഉടനെ എന്നിട്ട് പറഞ്ഞു, ഞാൻ ആത്മാവിലും പ്രാർത്ഥിക്കും കേട്ടോ. ആയിക്കോട്ടെ, തെറ്റരുത്. മുഴുവൻ തെറ്റിക്കുകയല്ലേ. പാട്ടും തെറ്റിച്ചു, പ്രസംഗവും. ഞാൻ പറയാനുണ്ട്, ഓർമ്മയില്ലാത്തവരും തിട്ടമില്ലാത്തവരൊന്നും കുറിച്ച് വെക്കുന്നതുകൊണ്ട് വലിയ മഹാഭാവമൊന്നും ബവരക്കേട് വിളിച്ച് പറയത്തില്ലല്ലോ. അപ്പോൾ ചില വിശ്വാസികൾ പറഞ്ഞ്, ഞങ്ങളുടെ പാസ്റ്റർ കുറിപ്പ് നോക്കിയാ അയാൾക്ക് വിവരമുണ്ട്, അയാൾക്ക് വിവരമുണ്ട്. തെറ്റിക്കത്തില്ലല്ലോ, തെറ്റിക്കത്തില്ല. നമ്മുടെ ചില ശുശ്രൂഷകളിലെ വിവാഹ ശുശ്രൂഷയിലും ശവസംസ്കാര ശുശ്രൂഷയില് വാക്യം വായിക്കുമ്പോൾ മുഴുവൻ തെറ്റിക്കുക മിക്കവരും. തെറ്റിക്കുക. തെറ്റരുതെന്നാണ് എഴുതിയേക്കുന്നത്. തെറ്റിക്കരുത്. മനുഷ്യൻ ആ തെറ്റും കുറ്റമൊക്കെ വരാം. ഇത് വായിക്കുന്ന വാക്യം മുഴുവനും അങ്ങ്. പണ്ട് TCOS ഉള്ളപ്പോൾ ഒരാൾ വായിച്ച് എപ്പസോസ് വെച്ച് മൃദംഗ യുദ്ധം നടത്തിയെന്ന്. പുള്ളി പറഞ്ഞ് തബലയും കാണും, നീ അവിടെ അങ്ങ് ഇരുന്നോളാൻ പറഞ്ഞു. മൃദംഗം മാത്രമല്ല, മുഴുവൻ അങ്ങ് തെറ്റിക്കുക. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ തെറ്റരുത്, തെറ്റാണെന്ന് സൂക്ഷിക്കണം. 1, കാവൽ ചെയ്യണം. 2, തെറ്റരുത്. 3, വസ്ത്രം നല്ലതായിരിക്കണം. വസ്ത്രമൊക്കെ നല്ല യോഗ്യമായ വസ്ത്രം. മോളെ 17, 18, 19 വാക്യത്തില്ല, എല്ലാം വായിപ്പിക്കുന്നില്ല. വായിച്ചു 44-ന്റെ. എന്നാൽ അകത്തെ പ്രാകാരത്തിന്റെ വാതിൽക്കകത്ത് കടക്കുമ്പോൾ അവർ ശരവസ്ത്രം ധരിക്കണം. വസ്ത്രം. അപ്പൊ ധരിക്കേണ്ട വസ്ത്രത്തിന്റെ നിയമമുണ്ട്.
വേറൊരു ഭാഗമുണ്ട്, വിയർപ്പുണ്ടാക്കുന്നത് ധരിക്കരുതെന്ന്. അങ്ങനെ ഉണ്ട്, വായിച്ചേ. വിയർപ്പുണ്ടാകുന്ന യാതൊന്നും അവർ ധരിക്കരുത്. വിയർപ്പുണ്ടാകുന്ന യാതൊന്നും ധരിക്കരുത്. ഈ മീനച്ചൂടനുള്ള സൂട്ടും കോട്ടും വിലയിട്ട് കടുത്തൊറ്റം എന്തൊരു വെപ്രാളമാണെന്ന് ഓർത്ത് വേണം ഈ പുകച്ചിലെടുക്കുന്നിടത്ത്. മേളിൽ വന്നിട്ട് എടാ, അമേരിക്കക്കാരത് ഇടുന്നത് അവിടെ തണുപ്പാ, മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. അല്ലെ നീ കാശ്മീരിൽ പോവും, അവിടെ വേലയുണ്ടല്ലോ. ഈ തിരുവനന്തപുരത്ത് വന്ന് ഈ ചൂടും പിടിച്ചതെല്ലാം അവിടെ പറയാം കൂട്ടിയിടാൻ. ആട്ടെ, ഞാൻ ഇടയ്ക്കൊന്നും കയറി പറഞ്ഞതേ ഉള്ളൂ. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കുന്നതിന് ഞാൻ എതിരുമല്ല. സ്തോത്രം. വസ്ത്രത്തിൻ്റെ പ്രമാണം മാത്രമല്ല വീഞ്ഞും മദ്യവും ഒന്നും കുടിക്കരുത്. വായിച്ച മോളെ 20-ാം വാക്യം, 21. യാതൊരു പുരോഹിതനും വീഞ്ഞ് കുടിച്ച് അകത്തെ പ്രാകാരത്തിൽ കടക്കരുത്. വീഞ്ഞും ഒന്നും കുടിച്ച് ലക്ക് കെട്ട് വരരുതെന്ന് എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. മുടി വടിക്കുകയും ചെയ്യരുത്, വളർത്തുകയും ചെയ്യരുത്, കത്തിരിക്കണം. 20-ാം വാക്യം വായി. അവർ തല ക്ഷൗരം ചെയ്യുകയോ തലമുടി നീട്ടുകയോ ചെയ്യാതെ. തലമുടി നീട്ടുക, അപ്പം മുട്ടയടിക്കണ്ട, നീട്ടുകയും വേണ്ട, പിന്നെ എങ്ങനെ കത്രിക മാത്രമേ ചെയ്യാവൂ. കത്തിരിക്കണം. പ്രമാണമുണ്ടെന്ന് ഇതിനെല്ലാം. ഇത് മുടി വളർത്തി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ആത്മാവിലാകുമ്പോൾ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അങ്ങനെയുള്ളവരെ ശുശ്രൂഷയ്ക്ക് ആക്കിയത് ദൈവത്തിന്. പുതിയ നിയമത്തിൽ അതിലും കർക്കശ ഉപദേശമാ. നിങ്ങളിപ്പോൾ പറയുന്നത് പഴയ പുതിയ നിയമത്തിലോട്ട് വന്നാൽ അത് ഞാൻ പറയുന്നില്ല, ഭയങ്കര ഉപദേശമാ. ഇത് നിഴലാ, പൊരുളെല്ലാം കിടക്കുകയല്ലയോ. സ്തോത്രം. അടുത്തത്, ജനത്തിന് വക തിരിച്ചു കൊടുക്കണം. ജനത്തിന് അറിയത്തില്ല. പുരോഹിതൻ അവിടെ നിന്ന് 44-ന്റെ 26-ാം വാക്യമാണെന്ന് തോന്നുന്നു, ഒന്ന് വായിച്ചേ മോളെ. അവന്റെ ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം 7 ദിവസം എണ്ണയണം. 23 വായിച്ചേ. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിഞ്ഞു കൊടുക്കണം. തരം തിരിച്ച്, ഇത് മലിനം, ഇത് നിർമ്മലം, ഇത് വിശുദ്ധം, ഇത് സാമാന്യം, തരം തിരിച്ചു കൊടുക്കണം. ഇത് ചീത്ത, ഇത് നല്ലത്, ഇത് തെറ്റ്, ഇത് ശരി പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയല്ല, ഇഷ്ടപ്പെടത്തില്ല. എല്ലാവർക്കും സ്തോത്രവും വരികയല്ല. ചിലർ എഴുന്നേറ്റ് പോകും, ചിലർ ബൈബിളിന്റെ സിപ്പ് ഇട്ട് കാണിക്കും. ഇഷ്ടമല്ലെന്നായി കാണിക്കുന്നത്, ഇഷ്ടമല്ല. അതാ ചില മൂക്കഴിക്കുന്ന കണ്ണാടി മടക്കും എന്ന് പറഞ്ഞാൽ താല്പര്യം വരുന്നില്ലെന്ന്. പിന്നെ ചിലർ എഴുന്നേറ്റ് പോകാത്ത എന്നാന്ന് ചോദിച്ചാൽ അയാൾ ബോധവും വിവരവും ഒന്നും ഉള്ളവനല്ല. എഴുന്നേറ്റാൽ അയാൾ വല്ലതും വിളിച്ച് പറയും. അയാൾ യാതൊരു വെളിവുള്ളവനല്ല. എന്നെ പറ്റിയാ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് തീർന്നേച്ച് പോകാം. അതിൽ വന്നു പോയി. ഇനി മേളിൽ ഈ കോള് വേണ്ടെന്ന് വെച്ചാൽ പോരെ. സ്തോത്രം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല. ജനത്തിന്റെ ഇഷ്ടമല്ല ശുശ്രൂഷകൻ നോക്കേണ്ടത്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. ജനത്തിന് പല ഇഷ്ടങ്ങളുണ്ട്, അതെല്ലാം അനുസരിച്ച് പോയി ശുശ്രൂഷിക്കാൻ പറ്റുമോ? ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ നീ ദൈവത്തിന്റെ ഇഷ്ടമാ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. സഭയിൽ 10 പേരുണ്ടെങ്കിൽ 10 ഇഷ്ടമായിരിക്കും, ഇല്ലേ? വീട്ടിലങ്ങനല്ലേ? 10 ഒരുത്തന് മീനാ ഇഷ്ടം, ഒരുത്തന് ഇറച്ചി, ഒരുത്തന് വെജിറ്റബിള്, ഒരുത്തന് സലാഡ്. ഒരു വീട്ടിലേ എല്ലാവരുടെ ഇഷ്ടത്തിന് തുള്ളാൻ പറ്റുമോ? അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരം കാണുമോ? പറ. എന്തേലും വാ തുറന്ന് പറ. തറവുള്ള അമ്മമാര് രാവിലെ ഒരു ഭക്ഷണം ഉണ്ടാക്കും, എല്ലാവരും കഴിക്കാൻ പറയണം. ഇഷ്ടപ്പെട്ടാലും വിശക്കുമ്പോൾ തന്നെ കഴിച്ചോളുമല്ലോ. അവൻ തുള്ളിക്കൊണ്ട് വന്ന് പറയാൻ ചപ്പാത്തി ആയോ എന്ന്. പിന്നെ വയറ്റി പൈലോ അടിക്കുമ്പം അവൻ തുള്ളിക്കൊണ്ട് വരും. ചില പറഞ്ഞ മോക്കേ അവൾ ഫിഷേ യൂസ് ചെയ്യുള്ളൂ, 2 ദിവസം പട്ടിണി കിടക്കട്ടെ, അവൾ തുള്ളിക്കൊണ്ട് പറയും ചമ്മന്തി കഞ്ഞി ഇങ്ങോട്ട് തരാൻ പറയും.
അവൾ തുള്ളിക്കൊണ്ട് കഴിക്കും. കണ്ടതല്ലേ വെള്ളപ്പൊക്കത്തിന് ബണ്ണ് തട്ടിപ്പറിക്കുന്നേ, കണ്ടതല്ലേ. ഒരു തള്ളയാണ്ട് അവിടെ നിന്ന് പിന്നെ ഹെലികോപ്റ്ററെ കയറ്റി ഇവിടെ കണ്ടാണ് കൊണ്ടിറക്കിയത്. വേങ്ങലം കണ്ടൊരു തള്ള, അയാൾക്ക് തുണിയില്ലായിരുന്നെന്നാ തള്ള തന്നെ പറഞ്ഞു. കേട്ടതല്ലേ? നിങ്ങളാരും കേട്ടില്ലേ? ഏതാണ്ട് ഭക്ഷണം ഏതാണ്ട് ചോദിച്ചതാ, അവരോർത്ത് രക്ഷിക്കണമെന്നാന്ന് ചാരിക്കറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്നു. കണ്ടതല്ലേ ഇതെല്ലാം അല്ലേ? അഹങ്കരിക്കരുത്. എന്നും അതിരാ. വെള്ളം പൊങ്ങി നിരന്നൊഴുകിയ പോരെ അതിരും കാണാൻ മേല. കണ്ടോ? ഇല്ലേ? കണ്ടതല്ലേ? കാറില്ലെങ്കിൽ യോഗത്തിന് പോകും. ഒരു തള്ളേനെ ഒരു ചെമ്പിനകത്ത് വെച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്, ഒരു മുടുത്ത തള്ള അല്ലേ? കണ്ടതാ. ഒരു വലിയ ചെമ്പിനകത്ത് ഒരു വലിയ തള്ള ഇരിക്കുന്നത്, അതിനെ തള്ളിക്കൊണ്ട് വേറൊരുത്തൻ. നിങ്ങളാരും കണ്ടില്ല. ഇവിടാന്നോ? എവിടെയല്ലേ വേട്ട തള്ളിക്കൊണ്ട് പോകുന്ന കണ്ടതല്ലേ? ഇതല്ലേ നമ്മൾ കണ്ടേച്ചിരിക്കില്ല. കുറ്റമല്ലി പറഞ്ഞത് അല്ലേ? അപ്പം ചെമ്പിനകത്ത് യാത്ര ചെയ്യാൻ ദൈവം പഠിപ്പിക്കുന്നതാ. നന്നായിട്ട് അണ്ണാക്ക് വെച്ച സ്തോത്ര അന്നമ്മ മൂടിക്കെട്ടി എത്ര നാൾ നടന്നു? ആയ കാലത്ത് നീ മുറ്റത്തോട്ടിറങ്ങി അലറിയ ആരുണ്ടടി എന്ന് ചോദിച്ച് നൈറ്റി എല്ലാം എടുത്ത് കുത്തി നീ അലറിയതല്ലേ? ഇപ്പം എന്നാ നീ പമ്മിയിരിക്കുന്ന? പഠിപ്പിച്ചില്ലേ ദൈവം? പഠിപ്പിച്ചില്ലേ? ഇല്ലേ? അച്ഛൻ എന്നോട് ചെല്ലു പറയണ്ട, ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഭാര്യയോട് പറയും ഐ ലവ് യു. വെസ്റ്റേണാ. അപ്പം പിന്നെ ഐ ലവ് യു പറഞ്ഞ നീ തള്ള ചത്തപ്പോൾ അടുത്തോട്ട് പോകാഞ്ഞത് കോവിഡിനെ അടുത്ത് ചെന്ന് തന്നെ ഐ ലവ് യു. ഡെഡ് ബോഡി പോലും കണ്ടില്ലല്ലോ. കാണിച്ചോ? കുറ്റം പറഞ്ഞതല്ല, ഓരോന്നോരോന്ന് ദൈവം പഠിപ്പിക്കുക. അഹങ്കരിക്കരുത്, നെകളിക്കരുത്. സ്തോത്രം, വിനയപ്പെട്ടോണം. ദൈവസന്നിധിയാണ്. ഞാൻ ഇന്ന് പകലും പ്രസംഗിച്ചപ്പോൾ ഞാൻ എൻ്റെ ചെറിയ അനുഭൂതി എന്ന് പറഞ്ഞു. തുറന്ന് പറയാ കേട്ടോ. ഞാൻ നല്ല സംതൃപ്തന. അതെ, നല്ല സംതൃപ്തിയോടാണ് ഞാൻ നിൽക്കുന്നത്. സംസാരത്തിലും നോട്ടത്തിലും ചിന്തയിലും നിരൂപണങ്ങളിലും ഇടപാടിലും കൊടുക്കുവാങ്ങിലൊക്കെ അപാകതകളുണ്ട്. പ്രവർത്തികളിലും ഇടപാടിലുമൊക്കെ മനുഷ്യനല്ലേ. അതൊക്കെ ഓരോ ദിവസവും ഓരോ സമയവും ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ച് കഴിവിൻ്റെ പരമാവധി പോകുന്നയാളാണ്. ദൈവം നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി അപാകതയുണ്ട് കേട്ടോ, ഉണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ ഞാൻ സംതൃപ്തനാണ്. അതെ, അതിൻ്റെ ഒന്ന് രണ്ട് കാര്യം പറയാം. നിങ്ങളും അതൊക്കെ തന്നെ. ഇന്ന് ഞാൻ പറഞ്ഞു സംതൃപ്തനാകാനുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഈ മഹനീയമായ ശുശ്രൂഷയ്ക്ക് എൻ്റെ ദൈവം എന്നെ വിളിച്ചു. ഭയങ്കര സംതൃപ്തനാ. എന്നേക്കാൾ ജ്ഞാനമുള്ള, സൗന്ദര്യമുള്ള, കരുത്തുള്ള ദൂതന്മാര് ഈ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ചു കൊടുത്തില്ല. സൗന്ദര്യമില്ലാത്ത, ജ്ഞാനമില്ലാത്ത, കഴിവില്ലാത്ത, ആരോഗ്യമില്ലാത്ത എന്നെ ഈ ശുശ്രൂഷ ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്തു. അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ? ഭയങ്കര കാര്യമാണ്. ആ പഴയ പാട്ട് അറിയാവല്ലോ, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാക്കാനുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാനുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ഓ ദൂതഗണം കാവലായി എനിക്കവൻ ദൂതഗണം ഓ നൂതനമാ ദൂതഗണം പാടും ഞാൻ പരമേശനു സദാ എന്റെ
എന്റെ പാപമെല്ലാം പാടും ഞാൻ പരമേശ്വരനു സതതം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. നമ്മളെക്കാൾ ജ്ഞാനമുള്ള, സൗന്ദര്യമുള്ള, കഴിവുള്ള, കരുത്തുള്ള മിടുക്കന്മാരാകുന്ന താമ്രമണി, ഭീതരക്തം, വൈഡൂര്യം, മാണിക്യം, നഗവർണി, പുഷ്യരാഗം, ഗോമേരകം ഇത്യാദി രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു. ദൈവം കൊടുത്തില്ല. ഈ സത്യസുവിശേഷം അറിയിക്കുവാൻ, വചനം വിളിച്ചു പറയുവാൻ ദൈവം എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കി. ഇനി എന്നെ സങ്കടപ്പെടാനാ? എന്തോ സങ്കടപ്പെടാനാ? ഞാൻ നാളെ പറഞ്ഞു എനിക്കൊരു ഭാരവും ഇല്ലെന്ന്. ഒരു തള്ള പറഞ്ഞു എന്നാ ഭാരപ്പെടാനാ, രാവിലെ കുളിയും കഴിഞ്ഞ് അങ്ങ് ഇറങ്ങിയാൽ പോരെയെന്ന്. ഞാൻ പറഞ്ഞു നാളെ നിങ്ങൾ നോക്കിയും കണ്ട് വർത്താനം പറയണം കേട്ടോ. എല്ലാവരുടെയും കയറി കൊത്തുന്ന പോലെ. ഇടാ സംതൃപ്തരായിരിക്കണം. പൗലോസ് പറഞ്ഞത് ആഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാവുന്ന, തൃപ്തനായിട്ടിരിക്കാനും വിശന്നിരിക്കാനും എനിക്കറിയാവുന്ന. അടുത്ത വാക്യമുണ്ട്, എല്ലാം ശീലിച്ചെന്ന്. സംതൃപ്തരായിരിക്കണം. ഞാൻ സംതൃപ്തനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനം രക്ഷിക്കപ്പെട്ടതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞു, ഈ ശുശ്രൂഷയ്ക്കാക്കി. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. മാത്രമല്ല സംതൃപ്തിക്ക് ഒത്തിരി കാര്യമുണ്ട്. എനിക്ക് ഇപ്പം 49 വയസ്സ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നാളെ ചോദിച്ചു 65 കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ആട്ടെ, ഇനിയിപ്പോൾ അധികം താമസിക്കാൻ 50 കയറും. കർത്താവ് അനുവദിച്ച സംതൃപ്തനാണ്. 50 വയസ്സ് വരെ എൻ്റെ ദൈവം എന്നെ സൂക്ഷിച്ചു. എന്നേക്കാൾ വിശുദ്ധന്മാർ, മിടുക്കന്മാർ, കഴിവുള്ളവർ, ആരോഗ്യമുള്ളവർ, ദൃഢകാത്രന്മാർ നമുക്ക് മുമ്പേ പോയി. ഈ ഭൂമിയിൽ ഒരു സന്ധ്യയും കൂടെ കാണുവാൻ ഭാഗ്യം തന്നില്ലേ? സംതൃപ്തരായിരിക്കണം. മാത്രമല്ല ഇത്രയും നാളെ ഒരു തടസ്സവും കൂടാതെ ശ്വാസം വിടാനും എടുക്കാനും ദൈവം കൃപ ചെയ്തില്ലേ? ഇതൊക്കെ വലിയ, ഇതൊന്നും ചിന്തിക്കുകയല്ല, ചുമ്മാ കിടന്നങ്ങ് അലക്കുക. അത് തന്നില്ല, ഇത് തന്നില്ല, അരി തന്നില്ല, തുണി തന്നില്ല, മണി തന്നില്ല, കിണി തന്നില്ല. പിന്നെ കിടന്നു ചുമ്മാ അട്ടക്കൊക്കെ വാ വിളിക്കുമ്പോൾ ലഭിച്ചതിനെല്ലാം നന്ദി പറ. അതിലേ ചെയ്യണ്ടേ? ലഭിച്ചതിനെല്ലാം നന്ദി അർപ്പിക്കേ. ആയുസ് തന്നില്ലേ? ആരോഗ്യം തന്നില്ലേ? വണ്ടി ഓടിച്ചാന്നില്ല ഇവിടെ വരാൻ കൃപ തന്നില്ലേ? വാക്കറ നടക്കുന്നവരുണ്ട്, വേറെ ഉണ്ടല്ലോ, അങ്ങനെ പല അതൊന്ന് സ്ട്രെച്ചറിലൊക്കെ കൊണ്ടുവന്നവരുണ്ട്. ദൈവം അവരെ വിടിവിക്കട്ടെ. അപ്പൊ അതിന്റെ നടുവിൽ വാഹനം ഓടിച്ചു വരാൻ കൃപ തന്നില്ലേ? നിങ്ങൾക്ക് ആ വാഹനത്തെ ഇരുന്ന് യാത്ര ചെയ്യാൻ ഇടയായില്ലേ? മെഡിക്കൽ കോളേജിൽ RC-യിലൂടെ ചെന്ന് കഴിഞ്ഞ് എത്രയോ പേര് അതിവേദനയോടെ മരണത്തെ കാത്തുകെട്ടി കിടക്കുക. നിങ്ങൾക്ക് ദൈവം ആയുസ് തന്നില്ലേ? ബസ്സേ കയറിയാന്നിലും വരാൻ ഇടയായില്ലേ? ആരോഗ്യത്തോടെ വരെ വന്നിരിക്കാൻ. ഇതൊക്കെ ദൈവത്തിന് നന്ദി പറ. കിട്ടാത്തതിനെല്ലാം ഇരുന്ന് പണ്ടപ്പരപ്പ് പറഞ്ഞു ഉമ്മ കരഞ്ഞും കൂവി നീ ഉമ്മ നിലവിളിച്ചിരിക്കാതെ തന്നതിനെല്ലാം ദൈവത്തിന് നന്ദി പറ. ഞാൻ പറയാറുണ്ട്, മുന്നിൽ വെക്കുന്ന ഭക്ഷണം പരസഹായം കൂടാതെ എടുത്ത് കഴിക്കാൻ ആരോഗ്യവും കൃപയും തരുന്നില്ലേ? ഇല്ലേ? മെഡിക്കൽ കോളേജിലോട്ട് മറ്റ് ആശുപത്രി ചെന്നേ മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടിരിക്കുക, എല്ലാം മിക്സിക്കകത്തോ എല്ലാം ഇട്ട് അടിച്ച് ലിക്വിഡാക്കി അത് ഒരു വേറെ ചോർപ്പയ്ക്കകത്തോട്ട് ഒഴിച്ച് ഒരാൾ അതിൻ്റെ അറ്റം പിടിച്ച് തുറന്ന് അങ്ങോട്ട് ഒഴിച്ച് അത് ഇതിലേക്കൂടെ പതുക്കെ ഇല്ലേ? നിനക്ക് അതിൻ്റെ ഗതികേടൊന്നും ദൈവം വരുത്തിയില്ലല്ലോ. അങ്ങനെയുള്ളവരെ യേശു സൗഖ്യമാക്കട്ടെ. ഇങ്ങനെ ഇരിക്കുന്ന നിനക്ക് അതിൻ്റെ ഗതികേടൊന്നും ദൈവം വരുത്തിയില്ലല്ലോ. മുമ്പിൽ കൊണ്ടുവെക്കുന്ന ഭക്ഷണം സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ചവച്ചരച്ച് കഴിക്കാൻ ദൈവം തരുന്ന കൃപ. നന്ദി പറ. ദൈവത്തിന് നന്ദി പറ. ദൈവത്തിന് നന്ദി പറ. തന്ന ആരോഗ്യത്തിന് നന്ദി പറ. ആയുസ്സിന് നന്ദി പറ. അവസരങ്ങൾക്ക് നന്ദി പറ. നമ്മുടെ താഴ്ചകൾ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദി പറ. ഞാൻ ഇതൊക്കെ ഓർത്ത് സംതൃപ്തന.
യാത്ര ചെയ്യാനും വരാനും ഒക്കെ ദൈവം സാവകാശം തരുന്നില്ലേ? കാലിനൊക്കെ ചിലപ്പോൾ ഇച്ചിരി നീരുമൊക്കെ ഉണ്ട്, കാലുമൊക്കെ തൂക്കിയിട്ട് അതൊന്നും വിഷയമല്ല. ഇന്ന് രാത്രിയും നിൽക്കാൻ ദൈവം കൃപ തന്നില്ലേ? നാളത്തെ അവിടുത്തെ തൃക്കരങ്ങളില്ല. ഇതൊക്കെ ഓർത്ത് നന്ദി പറ. ദൈവത്തിന് ഇഷ്ടമാണ് നമ്മൾ നന്ദിയുള്ളവരായിരിപ്പീൻ. അങ്ങനെ പുസ്തകത്തിലെ വാക്യം. ഉമ്മ കരഞ്ഞും കൂവിയും പണ്ടപ്പരപ്പും പരിതാപവും പറഞ്ഞ് ഉമ്മ അങ്ങ് അലഞ്ഞ് നടക്കുക. ദൈവത്തിനോട് നാണക്കേടാണ്. സ്തോത്രം. നന്ദിയുള്ളവരായിരിക്കണം. ഈ ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മെ ആക്കി. സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഇനി ആ ഭാഗത്തിൽ നിന്ന് അധികം പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യം പിന്നെ പറയേണ്ടി വരും. എടുത്ത വാക്യത്തിൽ നിന്ന് 1-2 കാര്യം ഒന്ന് പറയാം. അപ്പോൾ വീട്ടിൽ മേൽ അനുഗ്രഹം വരണം. അതിനെന്തോ ചെയ്യണം? 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. വീട്ടിൽ മേൽ അനുഗ്രഹം വരാനുള്ളതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം, വീട്ടിൽ യേശുവിനെ കൈക്കൊള്ളണം. വീട്ടിൽ യേശുവിനെ വായിച്ചു. അറിവുള്ള വാക്യമാണ്. ലൂക്കോസ് 19:6 വായിച്ചോ മോളെ. ലൂക്കോസ് 19:6. അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ട് കണ്ടവരെല്ലാം അവൻ പാപിയോ. അപ്പൊ ശ്രദ്ധിക്കുക, സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ഇങ്ങോട്ട് നോക്കിയാ മോളെ, സഹോദരിയാണോ വായിച്ചേ? ആരെ കൈക്കൊണ്ടു? അങ്ങോട്ട് നോക്കണ്ട, എന്നെ നോക്കെ. എന്നെ കാണാനൊന്നും വലിയ ചതവില്ല. മറ്റേ തള്ള പറഞ്ഞ പോലെ കറുത്തായിരിക്കുന്നേ. അവർക്ക് അന്ന് ആരെ ഇഷ്ടമല്ല. എന്നാലും ഒന്ന് നോക്കിക്കൂ. ആരെ കൈക്കൊണ്ടു? യേശുവിനെ ആര് കൈക്കൊണ്ടു? സക്കായി കൈക്കൊണ്ടു. സക്കായി. അതുകൊണ്ടാ 9-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ ഇന്ന് ഈ വീട്ടിന് രക്ഷയാണ്. നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ട പദ്ധതി എന്നാണെന്നറിയാമോ? പ്ലാന്, ഒന്നാമത്തെ നടപടി യേശുവിനെ വീട്ടിൽ കൈക്കൊള്ളണം. യേശുവിനെ കൈക്കൊണ്ട ഒരു വീടിനും ദോഷം വന്നിട്ടില്ല. യേശുവിനെ കൈക്കൊണ്ട വീടിന്മേൽ അനുഗ്രഹമേ വന്നിട്ടുള്ളൂ. യേശുവിനെ കൈക്കൊണ്ട വീടിനെല്ലാം നന്മയേ വന്നിട്ടുള്ളൂ. ഇന്ന് രാത്രി യേശുവിനെ വീട്ടിൽ കൈക്കൊള്ളും. നിന്റെ വീട്ടിൽ യേശു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ പ്രസംഗിക്കാം. ഇപ്പൊ നിങ്ങൾ പാട്ട് പാടുന്നുണ്ടോ സ്വോത്ര കാഴ്ചയ്ക്ക്? അതോ ഞാൻ പാടണോ? ഇല്ല, അവര് പാടട്ടെ. അവരെയല്ലേ വിളിച്ച്. വേണ്ട ഞാൻ പിന്നെയും പാടിക്കോളാം. പാട് മോൻ എന്ന് കേക്കട്ടെ. പാട്. സ്വോത്ര കാഴ്ച പെട്ടെന്ന് ആരാന്ന് വെച്ചാ കൊടുത്തു. മോളെ പെട്ടെന്ന് എടുത്തു. സഹോദരിമാര് പെട്ടെന്ന് എടുത്തു. അതങ്ങ് പാസ് ചെയ്തേര്, അവരിട്ടോളും. പിന്നെ ഇടയ്ക്കൂടെ കയറണ്ട. ഒന്നാമത് വിടവില്ലാത്തടത്ത്. ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ
യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൽ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൽ പല്ലവികൾ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ദയവായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ പോകാൻ തക്കവണ്ണം യാത്ര തടസ്സമുണ്ടെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യുക, ഞങ്ങൾ കൊണ്ട് നിങ്ങളാക്കി തരാം. അല്പം നിമിഷം കൂടെ ദൈവത്തിൻ്റെ വചനം ആ ഒഴുക്ക് അവിടെ പോകട്ടെ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ? ഓക്കെ, ഗോഡ് ബ്ലെസ് യു. എനിക്ക് പരകതിയരുള്ളൂ 11 തേജിച്ചു സൂരപുരമതിജനാൻ. 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 ദരിദ്രനകം ധന സമൃദ്ധി ലഭിക്കൂ, ദരിദ്ര നിലയിലായി മരിച്ചു നീ. ദരിദ്രനകം ധന സമൃദ്ധി ലഭിക്കൂ, ദരിദ്ര നിലയിൽ മരിച്ചു നീ. എനിക്ക് പരകതിയരുള്ളൂ 11 തേജിച്ചു സൂരപുരമതിജനാൻ. ദരിദ്രനകം ധന സമൃദ്ധി ലഭിക്കും, ദരിദ്ര നിലയിൽ മരിച്ചു നീ. സ്നേഹപൂരിത ജീവനാഥ, സ്നേഹപൂരിത ജീവനാഥ, സ്നേഹപൂരിത ജീവനാഥ. സ്നേഹമാ മോഹിതൻ ഞാനിതാ, സ്നേഹമാ ഒന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹപൂരിത ജീവനാഥ, സ്നേഹപൂരിത ജീവനാഥ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇനി കമ്പിവാചകം പോലെ പ്രസംഗം അങ്ങ് നിർത്തും. 9:30 വരെയാണ് കർത്തദാസൻ സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ 9:30 ആകുമ്പോൾ മെസ്സേജ് നിർത്തും. ദൈവത്തിന് മഹത്വം. അപ്പോൾ ശ്രദ്ധിക്കുക, വീട്ടിന്മേൽ അനുഗ്രഹം വരണം. ഞാനും നിങ്ങളും പാർക്കുന്ന വീട്ടിന്മേൽ അനുഗ്രഹം വരണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, വീട്ടിൽ യേശുവിനെ കൈക്കൊള്ളണം. സ്തോത്രം. വീടിന് അനുഗ്രഹമാണ്. യേശുവിനെ കൈക്കൊള്ളേണ്ടതിന് പകരം വേറെ വല്ലവരെയും കൈക്കൊണ്ടാൽ നിന്റെ വീട്ടിൽ പ്രശ്നമായിരിക്കും. പ്രശ്നം. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. യേശുവിനെ കൈക്കൊള്ളണം. യേശുവിനെ എങ്ങനെയാ കൈക്കൊള്ളേണ്ടത്? അവിടെ ഉണ്ട്, അവിടെ നിന്നുകൊണ്ട് പറയാം. സന്തോഷത്തോടെ കൈക്കൊള്ളണം. അങ്ങനല്ലേ കൊച്ചേ? വായിച്ചേ. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. സ്തോത്രം. ഇന്ന് രാത്രി പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ സ്നേഹത്തോടെ, സന്തോഷത്തോടെ ആര് യേശുവിനെ കൈക്കൊള്ളും, ആ വ്യക്തിയുടെ വീട്ടിന്മേൽ ദൈവം അനുഗ്രഹം തരും.
കാരണം യേശു അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതെ, ആരുടെയും പെടലി കണ്ടിച്ചുകൊണ്ട് വരാൻ യേശു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അവനെ കുത്തിക്കൊന്ന് കൊടലുമാലയായിട്ട് വത്സ നിന്ന് ഞാൻ സംപ്രീതനായി. പിന്നെ വല്ലവൻ്റെയും കൊടല് കണ്ട് സംപ്രീതനാകല്ലേ? അവൻ്റെ തല വെട്ടി മാലയാക്കി ഇഞ്ഞ് കൊണ്ടുപോവാ വത്സേ ഞാൻ നിന്നിൽ. പിന്നെ അങ്ങനെ വല്ലവരെയും കൊന്നൊക്കെ ദൈവപ്രസാദം നേടാൻ താല്പര്യപ്പെട്ടവരുണ്ട്. അവിടെ എലന്തൂരൊരു തള്ള അടുത്ത കാലത്തും വേറൊരു ഒരുത്തിയെ വായിച്ചില്ലേ? എന്നിട്ട് എന്നാ ആയി? വായിച്ചിട്ട് ഒരു സ്ത്രീയെ അവർ കൊന്നു പ്രസാദം ലഭിക്കാൻ. യേശു കൊല്ലുന്നവനല്ല, ജീവിപ്പിക്കുന്നവനാ. മരിച്ചവരെ ഉയർപ്പിച്ചവനായ യേശു, ജീവൻ തരുന്നവനായ യേശു, സമൃദ്ധിയായ ജീവൻ തരുന്നവനാ, എന്നേക്കും ജീവിക്കുന്നവനാ. അവിടുന്ന് ജീവന്റെ ഉറവിടമാ. ഈ സക്കായി നല്ലൊരു ഉദ്യോഗസ്ഥനാ. ആരാ? എന്തോ ഉദ്യോഗമായിരുന്നു? ചുങ്കം സെയിൽ ടാക്സിന്റെ കമ്മീഷണർ ആയിരുന്നെന്ന. ആയിക്കോട്ടെ, നല്ല ജോലിയാ, പക്ഷേ നീളക്കുറവാ. കർത്താവിന് നീളക്കുറവോ നീളം കൂടിയോ ഒന്നും വിഷയമല്ല. ചൊല്ലി പറയണ്ട, പക്ഷേ എനിക്ക് നീളക്കുറവാ, അത് കാരണം ഞാൻ രക്ഷപ്പെടുവെന്ന്. നീളക്കുറവാ, അതുകൊണ്ട് ഞാൻ എടാ കുറവുള്ള നീ യേശുവിനെ വീട്ടിൽ കൊണ്ടുപോകും, നിന്റെ വീടിന് രക്ഷ. നീളം കൂടുന്നതോ നീളം കുറയുന്നതോ ഒന്നും യേശുവിന് വിഷയമല്ല. നിന്റെ കുടുംബത്തിന്റെ പേരും പ്രശസ്തിയൊന്നും ദൈവത്തിന് വിഷയമല്ല. നീ എത്ര ക്ലാസ് പഠിച്ചതാണെന്നും ദൈവത്തിന്. ഇവിടെ പഠിപ്പില്ലാത്തവരുടെ ധൈര്യവും കണ്ട അന്തം വിട്ടത്. അതാ, അവര് പഠിപ്പിൽ സാമാന്യ ആൾക്കാര്, ഒരു പഠിപ്പും, പക്ഷേ അവരെയാ ദൈവത്തിന് ആവശ്യം. കാട്ടോലിമിൻ ശാഖ ആയിരുന്ന എന്നിൽ നല്ല ഫലം നിറവ. കാട്ടോലിമിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറവ. അവൻ വെട്ടി ചെന്നെ നല്ലോലിവിൻ താരോ ഓടൂരിന്തി ചെന്നും. അവൻ വെട്ടി ചെന്നെ നല്ലോലിവിൻ താരോ ഓടൂരിന്തി ചെന്നും. പാടും ഞാനേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. അപ്പൊ ഈ സക്കായി നീളക്കുറവാ, ഓഫീസറൊക്കെയാ, പക്ഷെ നീളക്കുറവാ. എൻ്റെ സ്നേഹിത, സുഹൃത്തെ, പ്രിയരെ, കർത്താവിന് നീളക്കുറവുണ്ടെന്നോർത്ത് നിന്നെ തള്ളിക്കളയത്തില്ല. നീളം കൂടിയെന്നോർത്ത് നിന്നെ ഉപേക്ഷിക്കത്തില്ല. നീ കറുത്തതാണെന്നും ദൈവത്തിന് വിഷയമല്ല, വെളുത്തതായതുകൊണ്ടും. ആ തള്ളക്ക് ഇഷ്ടമല്ല കറുത്തവരെ. അവരെങ്ങാനും ഇന്ന് ഇവിടെ യോഗത്തിന് വന്നാൽ ഒരെണ്ണത്തിന് ഇഷ്ടപ്പെടുകയല്ല. നിങ്ങളെ 1-2 എണ്ണത്തിന് ചിലപ്പം തൃപ്തിയായിരിക്കും. തള്ള ഇങ്ങോട്ട് വരാതിരിക്കട്ടെ. പാസ്റ്ററെ ചിലപ്പം തൃപ്തി വരുവാൻ. നമ്മളെ ആരെയും അല്ല. ഞാൻ ഒരു കാര്യം പറയാം, അവര് ഉള്ളിലിരുന്നത് തുറന്നങ്ങ് പറഞ്ഞു. പലരും പറയുന്നില്ല. പ്രവർത്തിക്കുക. അവരിത് പറഞ്ഞപ്പോൾ സകലയെണ്ണോ അവരെ എടുത്തിട്ട് ഈ പറഞ്ഞ കക്ഷികളോ പറഞ്ഞവരോ
അവരുടെ വിഷയത്തോട് അടുക്കട്ടെ. മനുഷ്യനാന്നോ ഇതൊന്നും അകത്തിന്ന് പോകുകയല്ല, മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവത്തിന് ഇത് വിഷയമല്ല. ചെറുശ്ശേരിയാണെന്ന് തോന്നുന്നു ഒരു വരി എഴുതി. ചെറുശ്ശേരിയുടെ വരിയാണേ, ഞാൻ സ്കൂളിൽ പഠിച്ചതാണ്, മറന്നുപോയി എല്ലാ വരി. കാർവർണ്ണൻ തന്നൂടെ കൺമുനയായൊരു കാർവണ്ടു വന്നിങ്ങു മെല്ലെ മെല്ലെ. പഠിച്ചതല്ലേ? ഓ, അന്ന് പനിയായിരുന്നു പാസ്റ്റർ ക്ലാസ്സിൽ. കാർവർണ്ണൻ തന്നൂടെ കൺമുനയായൊരു കാർവണ്ടു വന്നിങ്ങു മെല്ലെ മെല്ലെ. ദീനനായി നിന്നോരു ഞാനായ പൂവിൽ നിന്ന്. മറന്നുപോയി. അതാ ഗോപന്മാരെല്ലാരും പാചനമോരോന്ന് കോരസമോരോന്ന് പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരറിട്ട് പാഞ്ഞു തുടങ്ങിന നന്ദനുമായി. പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരറിട്ട് പാഞ്ഞു തുടങ്ങിന നന്ദനുമായി. കാർവർണ്ണൻ തന്നോട് കൺമുനയായോരു കാർവണ്ടു വന്നിങ്ങു മെല്ലെ മെല്ലെ. അപ്പൊ എല്ലാം കറുപ്പാ. അത് പറയാനെന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ദൈവത്തിന് നീളം കുറഞ്ഞത് വിഷയമല്ല, നീളം ഉള്ളതും ദൈവത്തിന് വിഷയമല്ല. നീ കറുത്തതാണോ വെളുത്തതാണോ ഇരുനിറമാണോ മംഗോളിയനാണോ റെഡ് ഇന്ത്യനാണോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് നിന്നെ വേണം. നീ ഏത് ജാതിയാ ഗോത്രമാ വംശമാ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. എടാ, വേറെ പുസ്തകത്തിലെ പ്രമാണം പറയാ, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യ ജാതിയെ ഉളവാക്കി. മനുഷ്യജാതി മുഴുവൻ ഒറ്റ ഒരുത്തന്റെ സന്തതിയാ. കേട്ടിട്ടുണ്ട്, മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുക്ക ചെന്ന് ഐതമുള്ള കാലം ഒരാള് യാത്ര ചെയ്ത വേളയിൽ ചോദിച്ചെന്ന ഏത് ജാതിയാന്ന്. പുള്ളി അങ്ങ് ചോദിച്ചു, ഏത് ജാതിയാ? അദ്ദേഹം നല്ല യുക്തിയുള്ള മനുഷ്യനാണ്. ആ നല്ല മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, കണ്ടിട്ട് എന്നാ തോന്നുന്നു? അപ്പൊ ചോദിച്ച പുള്ളി പറഞ്ഞു, കണ്ടിട്ട് പിടി കിട്ടുന്നില്ല. എന്നാ കേട്ടാലും പിടി കിട്ടുകയല്ല. മനസ്സിലായോ? ആശാൻ അതുകൊണ്ടാ എഴുതിയല്ലോ, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. പഠിച്ചതല്ലേ? ഏതിനകത്താ? ചണ്ടാല പിശുകി. തൂമതേടും തൻ പാള കിണറ്റിലിട്ട് ഓമൽ കയ്യാൻ. ഈ ഏരിയയിലെങ്ങും പള്ളിക്കൂടമൊന്നുമില്ലായിരുന്നു. ആശാൻ തോന്നക്കല്ലേ, എൻ കുമാരൻ ആശാൻ. നല്ല വരികളല്ലേ? അല്ലല്ലെന്തൂ കഥയീതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നിജനാരി തൻ കയ്യാ ജലം വാങ്ങി. ഓർക്കുന്നില്ലേ? ഇത്രയിലും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. ദൈവത്തിന് ജാതി മതമൊന്നും വിഷയമല്ല, നിറം വിഷയമല്ല, നിന്റെ കുലമഹിമ വിഷയമല്ല, നിന്റെ കുടുംബശ്രേഷ്ഠത വിഷയമല്ല, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആരവൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് നിന്നെ ആവശ്യം. ഇവൻ നീള കുറവാ, ആള് കുറുകിയവനാ, കാശുമൊക്കെ ഉണ്ട്, നല്ല പൊസിഷനാ. പക്ഷെ പുള്ളിക്കൊരു ആഗ്രഹം, നല്ല ആഗ്രഹമാ, യേശു എങ്ങനെ ഉള്ളവനാന്നൊന്ന് കാണണം. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു, എടാ ഭയങ്കര സൗന്ദര്യമാ. അപ്പോൾ ഒരാൾ പറഞ്ഞു, അയ്യോ വായിന്ന് വരുന്നത് ലാവണ്യമാക്കാം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഞങ്ങൾ 3 ദിവസത്തെ യോഗത്തിന് പോയി ഒരെണ്ണം അനങ്ങിയില്ല. അപ്പം വേറൊരുത്തൻ പറഞ്ഞു, അയ്യോ ലളിതമായ കാര്യമാ പറയുന്നത്, പക്ഷേ നമുക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നുകയല്ല. അപ്പോൾ ഒരുത്തൻ വന്ന് പറഞ്ഞു, ഇതൊക്കെ കേൾക്കുന്നതാ, അയ്യോ പുള്ളി 12ാമത്തെ വയസ്സിൽ വലിയ പള്ളിയിലൊന്ന് ചെന്നു, നമ്മുടെ BTH BD MDH അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അവസാനം കുഴഞ്ഞു പോയെന്ന് പറഞ്ഞു. MDH അല്ല,
ഇതൊക്കെയാ കേൾക്കുന്നത്. ഒരുത്തൻ പറഞ്ഞു ഇന്നാളെ 5 അപ്പം എടുത്ത് പുള്ളി ദൈവത്തെ വാഴ്ത്തി 5000 എണ്ണം കഴിച്ചു, ബാക്കി കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ കണ്ണുകൊണ്ട്. ഒരുത്തൻ വന്ന് പറഞ്ഞു അന്നാ നൈനിലെ അമ്മയുടെ മോൻ ചത്തതാ, ഞങ്ങളും ഉണ്ടായിരുന്നു ശവോടക്കിന്. പട്ടണത്തിൽ വന്നപ്പം മഞ്ചത്തെ വന്ന് അവൻ തോന്നു, ചെറുക്കൻ ചാടി എഴുന്നേറ്റ്, ആ ബണ്ണും പഴം പോലും കിട്ടിയില്ല. അല്ല, അത് പ്രതീക്ഷിച്ച് സെമിത്തേരി പോകുന്നവരും ഉണ്ട്. അതല്ലേ അവിടെ നിന്ന് 3 കൂട് വേറെ എടുത്ത് അതെടുത്ത് വണ്ടിക്കകത്ത് എന്നിട്ട് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ തിന്നോണ്ട്. ഞാനൊരു വണ്ടി ചെന്നോക്കിയപ്പോൾ ഒരു 5-6 പാക്കറ്റ് മാപ്പിളയും പെമ്പളയും ഉള്ളു. ഞാൻ ചോദിച്ചത് ഓ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെയായി ശ്രുതിയെ. അയ്യോ മഞ്ചത്തിലോട്ട് തൊട്ടടനെ ചെറുക്കൻ ചാടി എഴുന്നേറ്റെന്ന് പറഞ്ഞു, കണ്ണയും എഴുന്നേറ്റ് ചെറുക്കനെ തള്ളക്ക് ഏൽപ്പിച്ചു കൊടുത്ത് വീട്ടിൽ പോകും. അതിൽ അവരെയും കൊണ്ട് അടുത്ത സ്റ്റേജിൽ പോയി ബ്രദറിന് എന്തോ സംഭവിച്ചു. എന്താ മമ്മി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. സിസ്റ്റർ എന്തു ഉമ്മ ഉള്ള ഭേക്കൂത്തെല്ലാം കാണിച്ച് യേശു ഇങ്ങനത്തെ ഒരു കേസും ഇല്ലായിരുന്നു. ചെറുക്കൻ ചാടിയാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെ ഞാൻ നിത്യവാസമാമേ, കർത്താവിനോടു നിത്യവാസമാമേ. യാവനിടം വിട്ടു ശരീരബദ്ധനായവനിടം വിട്ടു ശരീരബദ്ധന ലോകേ വലഞ്ഞാലഞ്ഞു ഞാൻ വീടോടടുക്കുമേ, ലോകേ വലഞ്ഞാലഞ്ഞു വീടോടടുക്കുമേ. എൻ പ്രിയൻ പാപിടം മനോഹരകർമ്മ്യം എൻ പ്രിയൻ പാർപ്പിടം മനോഹരകർമ്മ്യം മുത്തുകളാൽ നിർമ്മിതമ 12 ഗോപുരം, മുത്തുകളാൽ നിർമ്മിതമ 12 ഗോപുരം. ഓ കണ്ടാനന്ദിച്ചിടാൻ നിത്യമായി വാണിടാൻ കണ്ടാനന്ദിച്ചിടാം. കണ്ടാനന്ദിച്ചിടാൻ നിത്യമായി വാണിടാം. എന്നാത്മാവു വാഞ്ചിക്കുന്ന ഞാൻ ഞാനെന്നു ചേരുമോ ചേരുമോ എന്നാൽ വാഞ്ചിക്കുന്നേ ഞാനെന്നു ചേരുമോ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് രാത്രി ഇതൊക്കെയാ ശ്രുതി, ഇതൊക്കെയാ ശ്രുതി കേട്ടത്. യേശുവിനെ പറ്റി ഇങ്ങനെല്ലാം കേട്ടു. അപ്പൊ ഒരാൾ പറഞ്ഞു ഭയങ്കര സൗന്ദര്യമാ കേട്ടോ. ഒരാൾ പറഞ്ഞ ആ മുഖത്തിൽ നിന്ന് തേനിങ്ങോട്ട് വരികയാണ്. സാറാ എഴുതിയ മുഖത്ത് നിന്ന് തൂകും നന്മധൂപൂരത്തിൽ അമ്പേ, മുഖത്തിൽ നിന്ന് തേൻ വരുന്നെന്ന്. വായിന്ന് ലാവണ്യമാക്കൻ. വേറൊരാൾ മുഖത്തോട്ട് നോക്കി കോടി സൂര്യപ്രഭയേറും. അല്ല നിന്നെ വിട്ടുവെന്നും പറഞ്ഞിരിക്കുകയല്ല. കോടി സൂര്യപ്രഭ. സ്തോത്രം, സ്തോത്രം. ഒരാൾ പറഞ്ഞു പുള്ളിക്ക് ഉറക്കമൊന്നുമില്ല, രാത്രി പ്രാർത്ഥനയാണ്. അത് ഒരുത്തൻ പറഞ്ഞു അയ്യോ ഇന്നാൾ വള്ളം മുങ്ങേണ്ടതായിരുന്നു, പുള്ളി കിടന്നിട്ട് ശ്വാസിച്ചു. അന്നേരം ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പം സക്കായിക്കൊരാഗ്രഹം, എനിക്കൊന്ന് കാണണം. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായസുരം വിട്ടാൽ മതി. പരഞ്ചിൽപ്പിയായി പണിത നഗരമതിൽ, പരഞ്ചിൽപ്പിയായി പണിത നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി.
വിട്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. അപ്പൊ ഈ ശ്രുതികളെല്ലാം കൂടെ കേട്ടപ്പോൾ സക്കായിക്ക് ഒരു ആഗ്രഹം, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. പക്ഷെ നിങ്ങളെ കുറവായതുകൊണ്ട് പുരുഷാര നിമിത്തം കാണാൻ നോക്കുകയല്ല. അപ്പൊ ഇവൻ ചെയ്തൊരു, ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്താം, ഒരു ഇച്ചിരി സമയം കൊണ്ട് എടുത്തോട്ടെ. ട്രാഫിക് പോലീസുകാരൻ കാണിക്കും പോലെ വണ്ടിയെ വിടുവെന്നല്ലേ പറഞ്ഞ എല്ലാവരും? അതോ പ്ലേറ്റ് മാറ്റിയോ? അപ്പൊ ശ്രദ്ധിച്ചേ, നീളക്കുറവായതുകൊണ്ട് പുരുഷാരം സമ്മതിക്കുകയല്ല. പുരുഷാരെ സമ്മതിക്കാതുകൊണ്ട് പുള്ളി ഒരു പരിപാടി മുന്നോട്ട് ഓടി. അങ്ങനല്ലേ മോളെ? വായിക്ക് നിർത്തുക എന്നോർത്താണ് മൈക്ക് മാറ്റി വെച്ചേ. വായിക്ക്. എന്നാറേ അവൻ മുൻപോട്ട് ഓടി. മതി മുന്നോട്ടാ ഓടേണ്ടത്. പുറകോട്ട് ഓടിയാൽ രക്ഷപ്പെടുകയില്ല. മുന്നോട്ട് ഓടണം. പാട്ടെല്ലാം മരുന്നുണ്ട്. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായിട്ടാഞ്ഞും കൊണ്ട് ലാഗിലെ പിൻപിലുള്ളതിനെ ഞാൻ മറന്നു. അത് നേരമില്ല. ഇവന് മുമ്പോട്ട് ഓടി. മുന്നോട്ട് ഓടണം. പുറകോട്ട് ഓടിയ പഴയ സ്ഥലത്ത് പിന്നെയും ചെന്ന് കയറും. കാണാനൊക്കത്തില്ല, കാണിക്കത്തുമില്ല. അവരൊന്ന് രണ്ട് പേര് കണ്ടെന്ന് പറഞ്ഞ് ചിലപ്പം വെളിയിലോട്ട് വന്നിട്ട് കണ്ടു, സമാധാനത്തോടെ പോകാൻ പറയും. പുള്ളി മുന്നോട്ട് ഓടി ഒരു കാട്ടത്തിമേ വലിഞ്ഞു കയറി. യേശു വന്ന് സൂക്ഷം കാട്ടത്തിയുടെ ചോട്ട് വന്ന് പറഞ്ഞു, വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. അകവാള് വെട്ടി കാണും. ഒന്ന് കണ്ടാൽ മതിയെന്നും പറഞ്ഞാ വലിഞ്ഞു കയറിയത്. ഈ നല്ല ആഗ്രഹത്തെ അവിടെ നിന്ന് നിവർത്തിക്കും. താഴെ കൂടെ പോകുമ്പോൾ ഒന്ന് കണ്ടാൽ മതി, അതിനെ മേളിൽ തത്തിപ്പിടിച്ച് കയറിയിരുന്നത്. യേശു അവിടെ വന്ന് വെച്ച് പറഞ്ഞു, ഉരുണ്ട് വീടരുത്, വേഗം ഇറങ്ങി വരാൻ പാടില്ല. അങ്ങനെ ഉരുണ്ട് വീടെന്ന് എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വേഗം ഇറങ്ങി വാ. അയ്യോ, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണ്. ഞാൻ എൻ്റെ ഭാഷ പറയാം. തിയോളജിയന്മാർ എന്നെ വെട്ടും, അല്ലേലും വെട്ടുമല്ലോ. എൻ്റെ ഒരു എളിയ ചിന്ത പറയാം. യേശു പ്രോഗ്രാം മാറ്റി. ആർക്ക് വേണ്ടി? അവിടുത്തെ കാണാൻ ആഗ്രഹിച്ചവന് വേണ്ടി. ഇന്ന് രാത്രി നീ അവിടത്തെ കാണാൻ ആഗ്രഹിച്ചാൽ ചില പ്രോഗ്രാമിനെ മാറ്റാൻ പോവുക. മാറ്റുമെന്ന് ചില പദ്ധതി മാറ്റും. നീ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന നല്ല ആഗ്രഹം കർത്താവ് കണ്ടിട്ടുണ്ട്. ചില പ്രോഗ്രാം മാറ്റും. വിലാപപ്പന്തൽ ഇടാൻ ആ പ്രോഗ്രാം അത് മാറ്റും. RCCയിൽ അഡ്മിറ്റ് ആക്കാൻ ആ പ്രോഗ്രാം അത് മാറ്റും. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആ പ്രോഗ്രാം അത് ഇന്ന് രാത്രി മാറ്റും. പ്രൈസ് ദ ലോർഡ്. അവൻ ഇന്ന് രാത്രി മാറ്റുമെന്ന്. നിന്റെ രോഗബന്ധനം ഇന്ന് രാത്രി മാറ്റും. നിന്റെ കെടുതികളെ ഇന്ന് രാത്രി ദൈവം മാറ്റും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി പ്രോഗ്രാം മാറ്റാൻ പോവുക. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിന് ഈ രാത്രി യേശു പരിഹാരം വരുത്തും. യേശുവിനെ കാണുവാൻ, യേശുവിനെ അറിയുവാൻ, യേശുവിനെ രുചിക്കാൻ. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുവാണ്. വിശ്വസിച്ച് സ്വോത്രം ചെയ്യ്. ഇന്ന് രാത്രി ദൈവം ചില പ്രോഗ്രാം മാറ്റും.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി പ്രോഗ്രാം, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, നിനക്ക് വേണ്ടി വഴി തുറക്കും. ഇന്ന് രാത്രി ദൈവം നിനക്ക് വഴി തുറക്കും. പ്രോഗ്രാം മാറ്റുമെന്ന് ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. യേശുവിന്റെ നാമത്തിൽ സകല കെടുതികൾ ബലഹീനത മാറട്ടെ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം പ്രോഗ്രാം മാറ്റാൻ പോകുക. നിന്റെ പ്രശ്നത്തിന് ഇന്ന് രാത്രി യേശു പരിഹാരം വരുത്തും, യേശു പരിഹാരം വരുത്തും. വിശ്വസിച്ച് സ്തോത്രം ചെയ്യുക, വിശ്വസിച്ച് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയുള്ള രാത്രിയാ. ഈ രാത്രി അത്ഭുതത്തിന്റെ രാത്രി, ഈ രാത്രി വിടുതലിന്റെ രാത്രി. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, നിനക്ക് വേണ്ടി പ്രോഗ്രാം മാറ്റും. ഓ ദൈവശക്തി, ദൈവശക്തി, ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. ഇന്ന് രാത്രി ദൈവം നിനക്ക് വഴി ഒരുക്കാൻ പോകുക. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല. നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴി. ദൈവത്തിന് മഹത്വം. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ, വിശ്വസിച്ച് സ്തോത്രം ചെയ്യ, വിശ്വസിച്ച് സ്തോത്രം ചെയ്യ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിലേക്ക് പോവുക. യെരിഹോയിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ട് യെരൂശലേമിലോട്ട് പോവുക. പക്ഷേ സക്കായി കാണാൻ ആഗ്രഹിച്ചു. ബന്ധപ്പെട്ട് മരത്തെ കയറി, ബന്ധപ്പെട്ട് ഇറങ്ങി. യേശു എഴുതിയിട്ടില്ലെങ്കിലും ഇന്ന് യെരൂശലേമിൽ പോകുന്നില്ല, പ്രോഗ്രാം ചേഞ്ച് ചെയ്തു. ആർക്ക് വേണ്ടി? സക്കായിക്ക് വേണ്ടി. എടാ നിനക്ക് വേണ്ടി ദൈവം പ്രോഗ്രാം, നിനക്ക് വേണ്ടി ഗവൺമെന്റിനെ മാറ്റും. നീ പ്രാർത്ഥിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി പഞ്ചായത്തിന്റെ ഭരണം തിരിക്കും, മുനിസിപ്പാലിറ്റി ഭരണം ദൈവം തിരിക്കും, കോർപ്പറേഷന്റെ ഭരണം ദൈവം തിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിയമസഭയിൽ ദൈവം അത്ഭുതം ചെയ്യും, കേന്ദ്രത്തിൽ ദൈവം അത്ഭുതം ചെയ്യും, ഈ മഹാരാജ്യത്ത് ദൈവം അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കുന്ന, യേശുവിനെ കൈക്കൊള്ളുന്ന, യേശുവിനെ ആരാധിക്കുന്ന, യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന, യേശുവിന് വേണ്ടി നിലനിൽക്കുന്ന നിനക്ക് വേണ്ടി ദൈവം പ്രോഗ്രാം മാറ്റും. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഞാന് ഒരു 5-6 പോയിന്റ് എഴുതിയതാ. ഒന്നേ പറഞ്ഞോളൂ, മതി. പറയേണ്ടത് പറഞ്ഞല്ലോ, കേൾക്കേണ്ടവർ കേൾക്കുകയും ചെയ്തു. യേശുവിനെ കൈക്കൊണ്ടാൽ നിന്റെ വീടിന് അനുഗ്രഹമാണ്, നിനക്കും അനുഗ്രഹമാണ്. നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരും. അവിടെ നിന്ന് അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ഏകരക്ഷകൻ, യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്, മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തുവിന് കൂടി മാത്രം രക്ഷ. ആ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. നിന്റെ ഭവനത്തിൽ അവിടെ നിന്ന് നായകനായി നിൽക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം നിന്റെ വീടിൻ്റെ രക്ഷയാണ്. ബാക്കി ഭാഗമൊന്നും പ്രസംഗിക്കുന്നില്ല. എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഏകരക്ഷകൻ. ആ കർത്താവിനെ വീട്ടിൽ കൈക്കൊള്ളു, നിന്റെ കുടുംബത്തിന് രക്ഷയാ.
നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നിന്റെ കൈയുടെ അധ്വാന ബലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. താഴത്തെ വാക്യമുണ്ട്, യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ട പുരുഷൻ ഇങ്ങനെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ വേറൊരു ഭാഗത്തുണ്ട്, ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി യേശുവിനെ കൈക്കൊള്ളു, യേശുവിനെ ഏറ്റെടുക്കുക, യേശുവിനെ വീട്ടിൽ സ്വീകരിക്കുക, വീട്ടിൽ കൈക്കൊള്ളു. നിന്റെ വീടിന്മേൽ അനുഗ്രഹമുണ്ടാകും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ പഴയ പാട്ടിന്റെ 2 വരിയെ പാടുന്നുള്ള സമയം അതിനെ ഇപ്പൊ തന്നെ സമയം അതിക്രമിച്ചു. 2 വരി പാടിയാ മതി. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. ഓ മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. ഓ പാതാളമേ മരണമേ ഓ നിന്നുടെ ജയമെവിടെയാമേ. കുഞ്ഞാട്ടിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ. കുഞ്ഞാട്ടിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. ആമേൻ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകി. എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ആദരണീയ കർത്തൃദാസനും കുടുംബത്തിനും സഭാമക്കൾക്കും, ഇന്ന് ഈ രാത്രി ശുശ്രൂഷയ്ക്ക് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥനയിൽ സഹായിച്ച ആദരണീയ കർത്തൃദാസന്മാർക്കും എല്ലാ മാന്യ ദൈവമക്കൾക്കും, ഓൺലൈനിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്ത ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നന്ദി.